യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അന്നോ അക്കൂരിരുട്ടിൽ വെളിവരുളുമവൻ കേളിയാൽ പിന്നെ കാട്ടിൽ കൂട്ടർ കൂടുന്ന മുൻപിൽ തുടരുമവനതാ കോപ്പു ഗോവർദ്ധനത്തിൽ. മല്ലാൽ തന്മാതുലാന്ത്യം പലതുമതു വഴിച്ചാട്ടി കൂട്ടക്കുറിപ്പാൽ മേവുന്നു കോമളാങ്കൻ കുതിരകളവയെ കെഞ്ചി കൊഞ്ചിപ്പിടിച്ച്. മേവുന്നു കോമളാങ്കൻ കുതിരകളവയെ കെഞ്ചി കൊഞ്ചിപ്പിടിച്ച്. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും കൂടി കൂട്ടായി ജപിക്കുക. കൈ കോർത്ത് മടിയിൽ വെച്ച് പരമാവധി നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് ചൊല്ലൂ, ജപിക്കൂ. ഒരു വലിയ തപസ്സാവട്ടെ അത്. ഓ ഹരിഃ ഓം തത്സത്. ജയഗുരു. 28ാമത്തെ അധ്യായമാണല്ലോ നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച് അതിനൊരു മുഖവുരയായി 6 അധ്യായം മുതൽ 27 അധ്യായം വരെ നടന്ന സംഗതികളിൽ ഏതെങ്കിലും ചില ഭാഗമെങ്കിലും സംക്ഷിപ്തമായി മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ചിലതൊക്കെ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉദ്ധവന്റെ വിഷമം മനസ്സിൻ്റെ വിഷമമാണ്, ബുദ്ധിയുടെ വിഷമമാണ്. മനസ്സിനുള്ള വിഷമം വൈകാരികവും ഭാവാത്മകവുമാണ് വിഷമം. മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നത് വികാരങ്ങളും ഭാവങ്ങളുമാണ്. ബുദ്ധിയിൽ നിന്ന് നിർഗളിക്കുന്നതാകട്ടെ ആലോചനകളാണ്. ഈ രണ്ടിനെയും ചൊല്ലിയുള്ള വിഷമാണ്. ഇതിനാണ് നമ്മൾ ബന്ധനം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു ബന്ധനം വേറെ ഉണ്ടെന്ന് വിചാരിക്കരുത്. അതിസൂക്ഷ്മമായ കയറ് കൊണ്ടുവന്ന് നമ്മുടെ വ്യക്തിത്വത്തെ ആരോ കെട്ടിയിട്ടു വരിഞ്ഞ് എന്നൊന്നുമുള്ള ധാരണ ശരിയല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദ്രവ്യം, ഊർജം എന്ന് പറയുന്ന 2 കോശങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ് വിജ്ഞാനമയം. നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ ചേതനാത്മകമാണ് ഒരു നിലയ്ക്ക്. അതിൽ ഒരു തരത്തിലുള്ള കെട്ടും പൂട്ടും ഒന്നും അവിടെ യേശില്ല. മനസ്സിലുള്ള മോഹം, ഭ്രമം, ബുദ്ധിക്കുള്ള സംശയം, തെറ്റിദ്ധാരണ, ഇത് രണ്ടുമാണ്. ഈ 2 എണ്ണം തീരണമെങ്കിൽ എന്തു വേണം? അർജുനൻ എങ്ങനെ തീർത്തു? കൃഷ്ണൻ സംസാരിച്ച്. പരീക്ഷത്തിന് എങ്ങനെ തീരുന്നു? ശുഗമഹർഷി സംസാരിച്ചത് കൊണ്ട്. ഉദ്ധവനോ കൃഷ്ണനും സംസാരിച്ചത് കൊണ്ടാണ് തീരുന്നത്. അപ്പം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി ഗ്രഹിച്ച് ആ ഗ്രഹണം ഉള്ളിൽ പതിഞ്ഞ് അന്ധകാരം എങ്ങനെ വെളിച്ചം വന്നാൽ പോകുന്നുവോ അതേപോലെ എല്ലാ കെട്ടുപൂട്ടുകളും പോകും. വാസ്തവത്തിൽ ഒരു ബന്ധനവുമില്ല, ഒരു മോക്ഷവുമില്ല, രണ്ടുമില്ല എന്നുള്ളതാണ് സത്യം എന്ന് വരെ കൃഷ്ണൻ പറഞ്ഞു ധരിപ്പിച്ചു.
27-ാമത്തെ അധ്യായം നീണ്ടതിൽ പറഞ്ഞു ധരിപ്പിക്കുന്നത് മുഴുവനും ക്രിയായോഗം എന്നുള്ള പേരിൽ പൂജാവിധികളും കാര്യങ്ങളുമാണ്. ഇങ്ങനെ ഒരു പൂജയുണ്ടോ എന്ന് സംശയം തോന്നും പലതരത്തിൽ. എനിക്ക് ചില എഴുത്തുകൾ വന്നിരിക്കുകയാണ്, സ്വാമിജി നാരായണ സൂക്തത്തിനെ പറ്റി പറഞ്ഞുവല്ലോ, എവിടെയാണ് ഈ നാരായണ സൂക്തം കിട്ടുക, ഞങ്ങൾക്കൊന്ന് എഴുതി തരാമോ, പറഞ്ഞ് മനസ്സിലാക്കി തരാമോ എന്നൊക്കെ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. പക്ഷേ ഈ പൂജ പറയുന്നത് ഭഗവാനെ ഒരു ഭക്തൻ പൂജിക്കുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പൂജ കൊണ്ട് ഭഗവാൻ തൃപ്തിപ്പെടണം. ഭഗവാൻ തൃപ്തിപ്പെട്ടാലോ ഭക്തന് സൗഭാഗ്യം, സാഫല്യം അത് പൂർണ്ണമാവണം, തികയണം. ഭക്തന് എന്തൊക്കെ വിഷമമുണ്ടോ ആ വിഷമം മുഴുവനും ഇല്ലാതെയാവണം. എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ അത് മുഴുവനും നിറവേറും വേണം. അങ്ങനെ ആപ്ത കാമനായി തീരുക. പൂജ ചെയ്യുന്നത് ആരാ? മനുഷ്യൻ. പൂജിക്കപ്പെടുന്നത് ഈശ്വരനാകട്ടെ, പൂജ ചെയ്യുന്നത് മനുഷ്യനാ. പ്രവൃത്തി നമ്മുടെയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഫലം നമുക്കാണ്. അപ്പം നമുക്ക് എന്ത് ഫലം അത് ഉണ്ടാക്കി തീർക്കുക? ആപ്തകാമത്വം, എല്ലാ വിധത്തിലുള്ള ആശകളും നിറവേറിയ മാതിരിയ ഉള്ള അനുഭവം. ഒന്നുകിൽ ആശ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ ആശകളും നിറവേറും. ഓരോ ആശ നിറവേറിയാലും അതില്ലാതെയാവുക. അപ്പോൾ ഒരാശയും ഇല്ലാതെയായാലോ സർവ്വ ആശകളും സഫലമായതിന് തുല്യമായി. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ പൂജയൊക്കെ പുറത്ത് പുഷ്പങ്ങളും ദർഭപ്പുല്ലും ഉദ്ധരണിയും വെള്ളവും പലതരത്തിലുള്ള സാധനങ്ങൾ എടുത്ത് അഗ്നിഹോമങ്ങൾ അടക്കമുള്ള പൂജകളുണ്ടല്ലോ. ഭഗവാന് തന്നെ ഒരാസനം കൽപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയണത്. ആ ആസനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ളൊരു സ്ഥലം, ഒരു നാൽക്കാലി. ആ 4 കാലം എന്താ? ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, മോക്ഷം എന്ന് പറയുന്ന 4 കാലുകൊണ്ട് ഉണ്ടാക്കിയ ആസനത്തിൽ വേണം മഹാവിഷ്ണുവിനെ പിടിച്ചിരുത്താൻ. കേട്ടുവോ നിങ്ങൾ? ഇല്ല. എന്ത് കേട്ടു? ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ചതുർവിധ പുരുഷാർത്ഥമായി. അപ്പം മഹാവിഷ്ണുവിനെ പൂജിക്കണമെന്ന് പേര് ഈ 4 കൂട്ടം സാധനങ്ങളും കാലാക്കി തീർത്ത് അതിലൊരാസനം നിർമ്മിച്ച് അതിലാണ് മഹാവിഷ്ണു മഹാപ്രഭോ അങ്ങ് വന്ന് ഇരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് ഒരു മാധ്യമമാണെങ്കിലും, പൂജ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണെങ്കിലും, ആ പൂജ കൊണ്ട് നാം നേടാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മനസ്ഥലത്തിൽ ഉള്ളിൽ കുഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി അവിടെയുള്ള എന്തെല്ലാം വിഷമമുണ്ടോ അത് മുഴുവനും തീർക്കണം എന്ന്. അപ്പോൾ ഭിക്ഷുഗീത എന്ന് പറഞ്ഞ് ഒരു ബ്രാഹ്മണൻ ഭിക്ഷുവായി തീർന്ന് എല്ലാവരും അദ്ദേഹത്തിന് 4 ഭാഗത്തു നിന്നും ഉപദ്രവിക്കാൻ തുടങ്ങി. പഴയ കാലത്ത് 6 തല പിശുക്കന, കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു. ഒരൊറ്റ ആൾക്ക് ഒരു പൈസ പോലും കൊടുക്കില്ല. നമ്മുടെ സത്രശാലയിൽ അങ്ങനെയുള്ളവരാരും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. ആ ബ്രാഹ്മണനോളം പിശുക്കുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലയെന്ന് വിചാരിക്കട്ടെ. ഉണ്ടെങ്കിൽ കൈ പൊന്തിക്കൻ. 6 തല പിശുക്കൻ. യക്ഷന് പണം കിട്ടിയ മാതിരി രാത്രിയും കൂടി കൊട പിടിച്ച് ആ പണം സംരക്ഷിക്കുക, അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? പണമൊക്കെ കയ്യിൽ നിന്ന് പോയി. കുറേ സർക്കാർ രാജാവ് കണ്ടുകിട്ടി, കുറേ തസ്കരന്മാർ കൊണ്ടുപോയി, ബന്ധുബാന്ധവന്മാർ വന്ന് പിടിച്ചു വലിച്ചു കുറേ പോയി, കള്ളന്മാരും അപഹരിച്ചു കൊണ്ടുപോയി. കയ്യിൽ ഒന്നുമില്ലാതെയായ ഒരു പണക്കാരൻ പിന്നെ എന്തു ചെയ്യും? നിവൃത്തിയില്ല. ആരെങ്കിലും വല്ലതും ചോദിച്ചാലോ 6 തല പിശുക്കൻ വന്നിരിക്കണു. ഇവൻ ഇപ്പൊ പറയണത് എങ്ങനെയാ വിശ്വസിക്കുക? വെറുതെ വേഷം കെട്ടി വന്നിരിക്കുക, ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നേ പറയുള്ളൂ. അങ്ങനെ എല്ലാം വിട്ട് ഒരു ഭിക്ഷുവായി, ഒരു സന്യാസിയായി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പലരും അദ്ദേഹത്തിനെ കണ്ട് മനസ്സിലാക്കി ഒരു നിലയ്ക്ക് പ്രസിദ്ധനായിരുന്നു, കുപ്രസിദ്ധിയാണെന്നേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും വന്ന് പിടിക്കലായി, വലിക്കലായി, മാന്തലായി, പിച്ചലായി, വസ്ത്രമടക്കം. എന്നിട്ടോ മുഖത്ത് തുപ്പും, തലയിൽ മൂത്രമൊഴിക്കും. അങ്ങനെ പലതരത്തിലുള്ള പീഡനം ചൊരിഞ്ഞു ആ ഭിക്ഷുവിൻ്റെ വ്യക്തിത്വത്തിൽ. അപ്പം അദ്ദേഹം അവിടെ നിന്നൊരു പാട്ടുപാടി. ആ പാട്ടിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 എണ്ണം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യത്. നിങ്ങൾ ഓരോരുത്തരും ധരിക്കേണ്ട ഒരു കാര്യമാണ്. നാം ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയും മറ്റുള്ള വ്യക്തികളുമായി, ലോകഘടകങ്ങളുമായി നിരന്തരം സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങളും പെരുമാറ്റങ്ങളും ആഘാതങ്ങളും വരാം. എന്ത് തന്നെ വന്നാലും ആരിൽ നിന്ന് വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം എന്ത്
ഇത് മുഴുവൻ അനുഭവിക്കുന്നത് നമ്മുടെ മനസ്ഥലത്തിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആരെന്നെ ഉപദ്രവിച്ചാലും ഈ ആൾ ഉപദ്രവിക്കുന്നു, ഈ ആളെ കാണുന്നത് ആരാ? കണ്ണുകളിലൂടെ മനസ്സ്. ഉപദ്രവം അനുഭവിക്കുന്നത് ആരാ? മനസ്സ്. അപ്പം നമ്മുടെ മനസ്സിലാണ് ഈ പീഡ മുഴുവനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നായം ജനോമേ സുഖദുഃഖഹേതു. എനിക്ക് പുറമേ നിന്ന ഒരൊറ്റ ആളും സുഖമോ ദുഃഖമോ ജനിപ്പിക്കാനായിട്ടില്ല. ഇവരാരുമല്ല എൻ്റെ സുഖത്തിനും എൻ്റെ ദുഃഖത്തിനും കാരണം. എനിക്ക് സുഖമുണ്ടാവുന്നുണ്ടെങ്കിൽ അതെവിടെയാ? എൻ്റെ ഉൾമനസ്സിൽ. ദുഃഖമുണ്ടാവുന്നുണ്ടെങ്കിലോ അതും ഉൾമനസ്സിലാണ്. എൻ്റെ ഉള്ളിലുള്ള മനസ്സ് വേറെ ആർക്കെങ്കിലും തൊടാനോ പ്രവേശിക്കാനോ പറ്റുന്നതാണോ? എന്താ അവർ മനസ്സിലായില്ലേ പറയുന്നത്? നിങ്ങളുടെ ഉൾമനസ്സ് ഒരൊറ്റ ആൾക്ക്, പ്രസവിച്ച അമ്മയ്ക്കോ പരിപാലിച്ച അച്ഛനോ പുറമേയുള്ള ഒരൊറ്റ ആൾക്ക് നിങ്ങളുടെ മനസ്ഥലത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മൾ അനുവദിച്ചാൽ വസ്തുക്കളുടെ ഛായ കണ്ണിലൂടെ അല്ലെങ്കിൽ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് തന്നെ പതിപ്പിക്കും എന്നല്ലാതെ പുറമേയുള്ള ഒരൊറ്റ വസ്തുവും നമ്മുടെ കണ്ണിലൂടെയോ മൂക്കിലൂടെയോ കാതിലൂടെയോ ഒന്നും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. സമ്മതിച്ചോ? ഞാൻ നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് ആ കാഴ്ച എൻ്റെ ഉള്ളിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടോ? കണ്ണിലൂടെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഇറങ്ങി ചെല്ലുക. നിങ്ങളിരിക്കുന്നിടത്ത് ഇരിക്കുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ തൂക്കോ ആക്കോ വല്ലതും കുറയുന്നുണ്ടോ? കുറയണില്ല. നിങ്ങൾ അതേപടി ഇരിക്കുക. നിങ്ങളുടെ ഒരു ഛായ മാത്രമേ എൻ്റെ മനസ്സുണ്ടാക്കുന്നുള്ളൂ. ഇത് ഞാൻ അനവധി തവണ പറയുന്നതാണ്. എന്ന് പറയാൻ തുടങ്ങിയെന്ന് അറിയില്ല. ആ ഛായ മാത്രം മനസ്സാണ് പതിപ്പിക്കുന്നത്. ആ മനസ്സിനെ തൊടാനോ അതിൻ്റെ അടുത്ത് വരാനോ ലോകത്തിൽ ഒരൊറ്റ ആൾക്കും സാധിക്കില്ല. അങ്ങനെ ഇനാക്സസിബിൾ ടു എവരി വൺ ഇൻ ദിസ് വേൾഡ്. മറ്റാർക്കും തന്നെ പ്രവേശിക്കാനോ സ്പർശിക്കാനോ പറ്റാത്തതായ ഈ ഉൾമനസ്സുണ്ടല്ലോ, ആ ഉൾമനസ്സിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തിന് പുറത്തേയുള്ള ഒരു കാരണമല്ല കളിക്കുന്നത്. നായം ജനോമേ സുഖദുഃഖഹേതു. എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ഞാൻ പറയണു അല്ലെങ്കിൽ തോന്നുന്നുണ്ടല്ലോ, ഈ ജനങ്ങളൊന്നുമല്ല എൻ്റെ ഉള്ളിലുള്ള സുഖത്തിനോ ദുഃഖത്തിനോ കാരണം. മാത്രമല്ല ന ദേവതാത്മാഗ്രഹകർമ്മകാലാ. ദേവതകളുമല്ല, അവനവൻ്റെ അന്തരാത്മാവുമല്ല എന്നെ ഇങ്ങനെ അനുഭവിപ്പിക്കുന്നത്. ഈ അനുഭവങ്ങളെല്ലാം വിട്ട് ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ഈ സുഖദുഃഖങ്ങളൊക്കെ എവിടെ പോയി? കർമ്മകാലാഹ. ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത മഹാപാപമാണെന്നുള്ളത് നാം പറയാറുണ്ട്, തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും പൂർവ്വജന്മം എവിടെ? അവിടെ ചെയ്ത കർമ്മങ്ങൾ ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പിന്നാലെ വരിക? നിങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി, വയറ് നല്ലോണം വീർത്തു, ഇന്ന് കാലത്ത് എണീക്കുമ്പോൾ വിശക്കണു. അപ്പം ഇന്നലെ ഞാൻ വയറ് നിറച്ചു കൊണ്ടുവല്ലോ, എൻ്റെ വയറെ നീ നിറഞ്ഞതോ അതൊന്ന് ഇന്ന് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ വരുമോ? അപ്പം നാം തലേ ദിവസം രാത്രി ഉണ്ട് വയറ് നിറഞ്ഞത്, ആ നിറവ് കാലത്തേക്കില്ല, ഉച്ചയ്ക്കില്ല, അതിന് വേറെ ഊണ് കഴിക്കണം. അപ്പം ഭൂതം നമ്മുടെ പിന്നാലെ കഴിഞ്ഞു പോയത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥം? ഗ്രഹകർമ്മകാലാഹ. കാലം വരുത്തി തീർക്കുന്നതാണോ? അതുമല്ല. കാലത്തിന് സ്വന്തമായിട്ടുള്ള നിലനിൽപ്പില്ല. ലോകവും ലോകവസ്തുക്കളും ആ വസ്തുക്കളിൽ നിരന്തരമായി നടക്കുന്ന പരിണാമങ്ങളും ഉള്ളപ്പോഴേ ആ പരിണാമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കാലം എന്നൊരു നിർണയം, അളവ് നാം രൂപപ്പെടുത്തുന്നുള്ളൂ. ഇങ്ങനെ ഒന്നുമല്ല കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? മനഃപരം കാരണമാമനന്തി. മനഃപരം കാരണമാമനന്തി. ഈ ഒരൊറ്റ വരി നിങ്ങൾ എഴുതി വയ്ക്കൂ, എല്ലാവരെയും പഠിപ്പിക്കൂ. മോനെ, നിന്റെ സുഖദുഃഖാനുഭവങ്ങൾക്ക് നീ തന്നെയാണ് കാരണം, നിന്റെ മനസ്സ് തന്നെയാണ്. എല്ലാവരുടെയും മനസ്സാണ് ഇതിന് കാരണം. ഈ മനസ്സ് എങ്ങനത്തതാ? ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, അതിന് വ്യാപകമായിട്ടുള്ള സ്വാധീനമുണ്ട്. സംസാരചക്രം പരിവർത്തയേദ്യത്. ഈ സംസാരം എന്ന് പറയുന്ന അതിബൃഹത്തായിരിക്കുന്ന ചക്രമുണ്ടല്ലോ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം, ആ സംസാര ചക്രത്തെ മുഴുവനും പിടിച്ച് തിരിക്കുന്നത് ഈ മനസ്സ് എന്ന് പറയുന്ന ആ ചേതനാത്മകമായിരിക്കുന്ന പ്രകടനമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാഹ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യത്. പിന്നെ പൂജാവിധിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ പൂജകളും എന്തൊക്കെയാ നാം ആലഭാരങ്ങൾ കൂട്ടുന്നത്?
ആ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബാഹ്യമായി സത്യത്തില് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത്? ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താ. സർവേ മനോനിഗ്രഹലക്ഷണാന്താ പരോ ഹി യോഗോ മനസഃ സമാധി. ഈ ഒരു സന്ദേശം നിങ്ങളെല്ലാവരും വഹിച്ചു നടക്കണം. സ്വയം പ്രയോഗിക്കും വേണം. ഇതിൻ്റെ അർത്ഥവും ആശയവും ബാക്കിയുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കും വേണം. ദാനം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു ധർമ്മമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുക അതും വളരെ വിശേഷപ്പെട്ടതാണ്. പല വിധത്തിലുള്ള ആചാരങ്ങളും നിഷ്ഠകളും നമുക്കുണ്ട്. നിയമം, യമം എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങൾ, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ എന്ന് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ, യോഗാംഗങ്ങളുണ്ട്. അതും ശ്രുതം ധാരാളം പഠിക്കുക. കർമാണി ച സദ്വ്രതാനി, വൈദിക കർമ്മങ്ങൾ ആചരിക്കുക. വൈദിക കർമ്മങ്ങൾ ആചരിക്കുക അതൊരു വക. സ്മാർത്ഥ കർമ്മങ്ങൾ, സ്മൃതിയിൽ വിധിച്ചിട്ടുള്ളത് ആചരിക്കുക. സാമൂഹ്യമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക, ഗാർഹികമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. ഇങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. സദ്വ്രതാനി, ഏകാദശി നോൽക്കുക, പല വിധത്തിലുള്ള ചാന്ദ്രായനം മുതലായിട്ടുള്ള വ്രതങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ സർവേ സർവേ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ മനോനിഗ്രഹ ലക്ഷണാന്താ, മനസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അതിൽ വേണ്ടത്ര മെരുക്കണം. അതിനെ മെരുക്കി കൊണ്ടുവരിക, അതിനെ സൗമ്യപ്പെടുത്തി കൊണ്ടുവരിക, അതിലുള്ള മാലിന്യങ്ങൾ നീക്കി പരിശുദ്ധമാക്കി തീർക്കുക. ഇതാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉദ്ദേശം. സർവേ മനോനിഗ്രഹലക്ഷണാന്താ പരോ ഹി യോഗോ മനസഃ സമാധി. യോഗം യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം ചെയ്യലാണ് യോഗം. നിങ്ങൾ എത്ര പൂജ വേണമെങ്കിൽ ചെയ്തോളൂ, അനുഷ്ഠാനങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നിഷ്ഠാനിയന്ത്രണങ്ങളുടെ പേരിൽ എന്തെല്ലാം ആചരിക്കുന്നുണ്ടോ അതൊക്കെ ആയിക്കോട്ടെ, ഭാഗവതം രാമായണം എല്ലാം തോരാതെ വായിച്ചോളൂ. നിങ്ങളിത് എന്ത് ചെയ്താലും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമല്ല, അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടിയുള്ള ഫലം, സ്വാധീനം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞു. മനസ്സ് നിങ്ങളുടെ കയ്യിലാണോ? അതിന് ശുദ്ധി വന്നുവോ? അതിന് ധന്യത വന്നുവോ? അത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നുണ്ടോ? ശരീരമല്ലാത്ത ഒരു സത്താവിശേഷമാണ് ഞാൻ എന്നിങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ആത്മ തലമുണ്ടല്ലോ, അത് വേണ്ടതുപോലെ പ്രകാശിക്കുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ടോ? സ്വാനന്ദം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സർവേ മനോനിഗ്രഹലക്ഷണാന്താഃ പരോ ഹി യോഗോ മനസഃ സമാധി. ഇത്രയും കാര്യങ്ങളാണ് 27 അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരു നിലയ്ക്ക് ഉദ്ധവന് നൽകിയ ഉപദേശമുണ്ടല്ലോ 24 അധ്യായങ്ങളിൽ. അതിൽ അവസാനത്തതിന് മുൻപുള്ള അധ്യായം 28-ാം അധ്യായത്തിൽ പരിസമാപനമായിട്ട് പറയുക. ഇത് കഴിഞ്ഞാൽ ഉദ്ധവൻ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് വിട്ടു പുറപ്പെടുക അവിടുന്ന്. ആ 28-ാമത്തെ അധ്യായത്തിലേക്കുള്ള തുടക്കം, അവിടെ കൃഷ്ണൻ എങ്ങനെ തുടങ്ങണു എന്നുള്ളത് നിങ്ങൾ നല്ല പോലെ അറിയണം. നമ്മൾ ഈശ്വരൻ, പൂജ, കൃഷ്ണൻ, കൃഷ്ണ പരമാത്മാവ്, സായുജ്യം, മോക്ഷം, ബന്ധനം, വൈകുണ്ഠവാസം, ദേഹവിസർജനം, ഇങ്ങനെ പലതുമൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇതിൻ്റെ പൊരുൾ എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ അധ്യാത്മമായിരിക്കുന്ന ഉപദേശങ്ങൾ എല്ലാം തന്നെ വ്യക്തിയുടെ പെരുമാറ്റം, വ്യക്തിയുടെ സംസാരം, വ്യക്തിയുടെ ചിന്താഗതി, വ്യക്തി മറ്റുള്ളവരുമായി നടത്തുന്ന സമ്പർക്കം, ഇതിനെ മുഴുവനും കൂലങ്കഷമായി പരിശോധിച്ച് അതിലുള്ള ന്യൂനതകളും വികലതകളും അപൂർണതകളും മാലിന്യങ്ങളും ഇടുക്കങ്ങളുമെല്ലാം മാറ്റി 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 ആ വ്യക്തിയെ ഉൾസുഭഗസുന്ദരനാക്കി തീർക്കാനുള്ളതാണ്. ആ വ്യക്തിയെ ഉൾസുഭഗസുന്ദരനാക്കി തീർക്കാനുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിങ്ങനെ സുഭഗമായിരിക്കണം, സരളമാകണം, സുന്ദരമാകണം, സൗഭാഗ്യ നിർഭരമാകണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് അധ്യാത്മം മുഴുവനും. നിങ്ങൾ വിചാരിച്ചു പോകരുത് ഒരു മിനിറ്റെങ്കിലും അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഊണ് കഴിച്ചു, ചോറ് ഊണ് കഴിച്ചു, ഉറങ്ങാൻ കുറച്ച് സമയം ബാക്കിയുണ്ട്, ഒരു 1/4 മണിക്കൂർ നേരം എന്തെങ്കിലും ഒന്ന് വായിക്കുക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭഗവത്ഗീതയോ ഭാഗവതോ ഒന്ന് വായിച്ചു കളയാം എന്നുള്ളതല്ല. അങ്ങനെയുള്ള നോവലൊന്നും അല്ല അത്. അതെന്താ?
നമ്മുടെ ഉള്ളഴക് രചിക്കാനുള്ള വഴിയാണ്. ഉള്ളു ശുദ്ധമാക്കിയെടുക്കണം, അതാണ് ആവശ്യം. അത് എത്രത്തോളം വ്യക്തമായി പറയുന്നു അദ്ദേഹം. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പരസ്വഭാവ കർമാണി. ഞാൻ ഈ ലൈൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ കൂട്ടരെ? പരൻ എന്ന് പറഞ്ഞാൽ അന്യൻ, നമ്മളല്ലാത്ത ആള്. ആ ആളുടെ സ്വഭാവവും കർമ്മവും, ആ ആളുടെ പെരുമാറ്റം എങ്ങനത്തതാ, എങ്ങനെ സംസാരിക്കണു, എങ്ങനെ വേഷം ധരിക്കണു, എങ്ങനെയാണ് പെരുമാറുന്നത് മറ്റുള്ളവരോട്. കർമാണി, ആ ആൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനത്തതാ, നല്ലതോ ചീത്തയോ, ഇങ്ങനെയുള്ള പരാമർശനം ഉണ്ടല്ലോ. പരസ്വഭാവ കർമാണി, അന്യന്റെ സ്വഭാവത്തെയോ കർമ്മവിശേഷങ്ങളെയോ ന പ്രശംസയേത്, ഒരു കാലത്തും വെറുതെ സ്തുതിക്കണ്ട. ന ഗർഹയേത്, ഗർഹിക്കും വേണ്ട, നിന്ദിക്കും വേണ്ട. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ കയ്യിലുള്ള ചരക്കോ പകുതി സമയം എങ്ങനെയാ പോകണം? പകുതി സമയം നമ്മുടെ ഇങ്ങനെയാ. കണ്ടോ? ഇതാ കണ്ടോ? ഇങ്ങനെ ബാക്കിയുള്ളവരിൽ വിരൽ ചൂണ്ടിക്കാട്ടി അവർ വന്നതും പോയതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതാ നമ്മുടെ സ്വഭാവം. അന്യനെ കുറ്റം പറയാതെ തിന്ന ചോറ് ദഹിക്കാത്തവരാണ് പലരും. ഞാൻ പഴയ കാലത്ത് കൊൽക്കത്തയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന കുറച്ചും കൂടിയും പ്രായമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അന്ന് കാലത്ത് BA ഒക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക, അവനവൻ്റെ കുറ്റം ഇല്ലാതെയാക്കി വേറൊരാളെ കുറ്റം പറയാൻ പറ്റുമോന്ന്. തനിക്ക് എപ്പോഴും കുറ്റം ഉണ്ടാവും, അത് തീരുന്ന കാലമില്ല. അപ്പം തൻ്റെ കുറ്റം തീർത്തിട്ട് ബാക്കിയുള്ളവരെ പറയാൻ സാധിക്കില്ല. കുറ്റം പറയണം തോന്നിയാൽ പറയും, നമുക്ക് കുറ്റം ഉണ്ടോളൊന്നൊന്നും ആലോചിക്കില്ല. ന്യായം എല്ലാവർക്കും ഉണ്ടല്ലോ. എന്തും ചെയ്യാം മഹതാം, എന്തും പറയാം വിഷളാം. മഹാന്മാർക്ക് എന്തും പറയാം, അതുമാതിരി വിഷളന്മാർക്കും എന്തും പറയാം. അമ്മയെ തല്ലിയാലും ഉണ്ടല്ലോ രണ്ടഭിപ്രായം. അപ്പം അവനവൻ്റെ കുറ്റം തീർത്തിട്ട് വേറൊരാളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അന്യൻ്റെ സ്വഭാവത്തെയും കർമ്മത്തെയും അനാവശ്യമായി സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഈ അധ്യായം ഏതാ? 28. ഇനി 29ാമത്തെ ഒരു അധ്യായവും കൂടിയാണ് ഉദ്ധവന് നൽകിയിട്ടുള്ള ഉപദേശം മുക്തിസ്കന്ധത്തിൽ. അതിൽ 28ാമത്തതിൽ പറയുന്നതാണത്. അപ്പം അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കൃഷ്ണൻ നൽകുന്ന ഉപദേശം എല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിലുള്ള ഒരു പെരുമാറ്റ സംഹിതയാണ്. എന്ത്? ഒരു പെരുമാറ്റ സംഹിതയാണ്. ആ പെരുമാറ്റത്തെ വിട്ട് കൃഷ്ണൻ ഒരു വാക്ക് പറയുന്നില്ല. നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങൾ മുഴുവനും പറയുന്നത് അതാണ്. നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകണം, സ്വച്ഛമാകണം. അതിനെ പീഡിപ്പിക്കാനോ അതിനെ ഇടുക്കാനോ അതിനെ ബന്ധിക്കാനോ പിടിച്ചു കെട്ടാനോ ലോകത്തിൽ ഒരു സാധനവും ഉണ്ടാവരുത്. നിങ്ങളുടെ ശരീരം ഒരു പക്ഷേ പല പല ആഘാതങ്ങൾക്കും വിധേയമാകാം. മനസ്സങ്ങനെ ആവരുത്. മനുഷ്യന് മനസ്സ്വാതന്ത്ര്യമേ ഉള്ളൂ, ശരീര സ്വാതന്ത്ര്യമില്ല. എവിടെയെങ്കിലും അവിടെ പോവാനോ നിൽക്കാനോ ഇരിക്കാനോ നിങ്ങൾക്ക് പറ്റില്ല. എന്തു വായു വേണമെങ്കിലും ശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള വായുവേ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. ആ വായു ബാക്കിയുള്ളവർ മലീമസമാക്കുകയാണെങ്കിലോ ആ മലീമസമായിട്ടുള്ള വായുവേ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. കുറച്ചു കാലം മുൻപാണ് പുക വലിച്ച് വായുവെ മലീമസം ആക്കരുത് എന്ന് പറഞ്ഞ് പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്നൊരു നിയമം നമ്മൾ പാസ്സാക്കിയത്. അതുവരെ ആർക്ക് വേണമെങ്കിൽ ഷു വിടുന്നതിന് ഒരു കുഴപ്പമില്ല. അവർ ശ്വസിച്ചു വിട്ടു, പക്ഷെ അത് വായുവിലാ ചേരുന്നത്. ആ വായുവിനെ നമ്മളോട് ശ്വസിക്കാൻ നിർബന്ധിക്കുകയാണ്. ഒരു നിലയ്ക്ക് മലം ഭക്ഷിപ്പിക്കുന്നത് പോലെയല്ലേ അത്? ശ്വസിക്കണം എന്നുള്ളത് തീർച്ചയാ. ആ ശ്വസിക്കുന്നത് പുകവലിച്ച് എന്ന് തുപ്പിയിട്ട് ബാക്കിയുള്ളവരോട് ശ്വസിക്കാൻ പറയണം. അപ്പം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. പെരുമാറ്റം എന്നുള്ളതിൽ വളരെ നിഷ്കർഷ ചെലുത്തി നമ്മുടെ ജീവിതം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഉപകാരമല്ലാതെ ഉപദ്രവം അടിച്ചേൽപ്പിക്കുന്നതാകരുത് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ശീലസംഹിത. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സദാശിവ ബ്രഹ്മേന്ദ്രം എന്ന് പറഞ്ഞ് ഒരു വിശേഷപ്പെട്ട ബ്രഹ്മജ്ഞാനി ഉണ്ടായിരുന്നു തെക്കേ ഇന്ത്യയിൽ. അദ്ദേഹം വാസ്തവത്തിൽ ശൃംഗേരി ശങ്കരാചാര്യരുടെ മഠം ഉണ്ടല്ലോ, ആ മഠത്തിൽപ്പെട്ട ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സദാശിവ ബ്രഹ്മേന്ദ്രം.
ബ്രഹ്മേന്ദ്രൻ എന്നല്ല, നപുംസകലിംഗത്തിലെ അദ്ദേഹത്തെ പറ്റി പറയുക. ബ്രഹ്മേന്ദ്രം, നപുംസകലിംഗം അദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സദാശിവ ബ്രഹ്മേന്ദ്രം അങ്ങനെ ഉള്ളിൽ അമർന്ന് അലിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ പറ്റി പല കഥകളും ഉണ്ട്. കഥകൾ അനവധിയാണ്. കാവേരി നദീതീരത്ത് വേനൽക്കാലത്ത് മണ്ണെടുക്കാൻ പുറപ്പെടുമ്പോൾ ഒരു തവണ മണ്ണ് കുഴിച്ച് അങ്ങോട്ട് പോയപ്പോൾ അല്പം ചോര വന്നു അത്രേ. നോക്കിയപ്പോൾ ഒരു മനുഷ്യ ശരീരം. എന്താ? സദാശിവ ബ്രഹ്മേന്ദ്രം അവിടെ സമാധിസ്ഥനായിട്ടിരിക്കുന്നു. മണലൊക്കെ വർഷക്കാലത്ത് വന്ന് മൂടിയിരിക്കുന്നു എന്നാണ് പറയണ കേട്ടിട്ടുള്ളത്. അങ്ങനെ പല കഥകളും ഉണ്ട്. അപ്പം അദ്ദേഹം ഒരു പ്രസിദ്ധനായിരിക്കുന്ന, ദേഹബോധം കൂടി ഇല്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ അതിവിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ഉണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു സിനിമാ പാട്ടായിരുന്നു അത്. ബ്രൂഹി മുകുന്ദേദി രസനേ ബ്രൂഹി മുകുന്ദേദി രസനേ നാവേ മുകുന്ദ എന്ന് നീ പറയേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള പാട്ടുണ്ട്. സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം, അതും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ്. അങ്ങനെ സംസ്കൃതത്തിൽ പല പാട്ടും രചിച്ചിട്ടുള്ള ആളാണ്. വളരെ വിശേഷപ്പെട്ട ആളാണ്. അപ്പം ആരെങ്കിലും ഈ ആചാര്യനെ കാണാൻ ശൃംഗേരി മഠത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം മുമ്പ് അങ്ങോട്ട് സംസാരം തുടങ്ങുമത്രേ വന്ന ആളോട്. അപ്പം എത്ര കേമൻ വന്നാലും സംസാരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വകയുണ്ട്. അങ്ങനെ വന്നവരൊക്കെ ഇദ്ദേഹത്തോട് സംസാരിച്ച് പലരും വിഡ്ഢികളായും ആ വിഡ്ഢിയാവാൻ അത്ര അടുത്തെത്തിയവരും അങ്ങനെ ആയിട്ട് പലരും വന്ന് അങ്ങനെ പോയി തുടങ്ങി. പ്രധാനപ്പെട്ട ആചാര്യനെ കാണാൻ എത്താറില്ല. അങ്ങനെ ആയപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ വിഷമം തോന്നി. ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു, പ്രധാനപ്പെട്ട ആചാര്യനെ കാണാനുള്ളൊരു സമയം പോലും കിട്ടിയില്ല എന്ന് വെച്ചാൽ മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു വിളിച്ചു അത്രേ. ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, സദാശിവം നീ ഒന്ന് പേശാമേരിപ്പിയാപ്പാ, സദാശിവം നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്ന് ചോദിച്ചു അത്രേ. ആ സെക്കൻഡ് മുതലൊക്കെ അദ്ദേഹം വേണ്ടിയിട്ടില്ല. ഇത്രയധികം സംസാരിച്ചു കൊണ്ടിരുന്ന ആള് സംസാരം നിർത്തിയാൽ എന്തായിരിക്കും? വലിയൊരു വ്യത്യാസം ആ മനുഷ്യനിൽ വരാതെ പറ്റില്ല. സംസാരിക്കുമ്പോൾ ധാരാളം ശക്തി നാം പ്രസരിക്കുന്നുണ്ട്. ആ ശക്തി മുഴുവനും പ്രകടമാകാതെ ഇരുന്നാൽ അധ്യാത്മമായിട്ടുള്ള ഒരു തേജസ്സും ശക്തിയുമാണ്. അത് വളരെയധികം മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ അദ്ദേഹം ഒരു ഉന്മത്തനായി തീർന്നു. ആരാണ് ഈ ഉന്മത്തൻ? ദേഹബോധമില്ലാതെ, പരിസരബോധമില്ലാതെ, സ്വച്ഛമായി സ്വതന്ത്രമായി വായുവും സൂര്യകിരണങ്ങളും ചന്ദ്രകിരണങ്ങളും പുഴ ഒഴുകുന്നത് പോലെ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരാൾ. അങ്ങനെ ഉന്മത്തനായി സഞ്ചരിക്കുന്നു എന്നുള്ള വർത്തമാനം ഗുരുവിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അത്രേ. അങ്ങ് പറഞ്ഞുവല്ലോ ഒന്ന് മിണ്ടാതിരിക്കോ നീ എന്ന് ചോദിച്ചില്ലേ? ആ ദിവസം മുതൽക്ക് സദാശിവം മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഉന്മത്തനായിട്ട് നടക്കുകയാണ്. എന്താ വേണ്ടതെന്ന്. അപ്പൊ ഗുരു മറുപടി പറഞ്ഞു അത്രേ. ഉന്മത്തവത് സഞ്ചരതീഹ ശിഷ്യ തവേതി ലോകസ്യ വചാംസി ശൃണ്വൻ ഖിദ്യന്നുവാചാസ്യ ഗുരുഃ പുരോഹോ ഹ്യുന്മത്തതാമേ നഹിതാദൃശീതി. അങ്ങയുടെ ശിഷ്യൻ ഉന്മത്തനായി നടക്കണു എന്ന് ലോകര് വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ സങ്കടപ്പെട്ടുകൊണ്ട്, ഖിദ്യന്നുവാചാസ്യ ഗുരുർ മഹാത്മാവായിരിക്കുന്ന ഗുരു സദാശിവ ബ്രഹ്മേന്ദ്രത്തിൻ്റെ ഗുരു പറഞ്ഞു അത്രേ, ഹ്യുന്മത്തതാമേ നഹിതാദൃശീതി, എനിക്ക് അദ്ദേഹത്തെ പോലെ ശിഷ്യനൻ്റേത് പോലെയുള്ള ഒരു ഉന്മത്തത വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അനുശോചനമാണത്രേ പ്രകടിപ്പിച്ചത്. അത്ര വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു മഹാസമാധി സ്ഥാനം തമിഴ്നാട്ടിൽ പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് പോയാൽ കാണാവുന്ന സ്ഥലമാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല നേരമ്പോക്കുകളും കാര്യമ്പോക്കുകളും നടന്നിട്ടുണ്ട്. അപ്പം കാവേരി ആ ഭാഗത്തൊക്കെ വേനൽക്കാലത്ത് അവർക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് കുറേ ദൂരത്തേക്ക് പോകേണ്ടി വരും. സ്ത്രീകളെല്ലാവരും കൂടി ഒരു കുടം, ചിലർ 2 കുടം വെള്ളം ഏറ്റി ഇങ്ങനെ എടുപ്പത്ത് വെച്ച് കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ നടന്നു പോണ പതിവാണ്. അപ്പോൾ ഒരു ദിവസം സ്ത്രീകളെല്ലാവരും കൂടി ഇങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് സദാശിവ ബ്രഹ്മേന്ദ്രം അവിടെ ഒരു വയലിൽ കിടക്കണം. അപ്പോൾ കിടക്കുമ്പോൾ എല്ലാ വയലിനും ഒരു ചെറിയ വരമ്പുണ്ടാവുമല്ലോ, അതിർത്തി വരമ്പ്. ആ വരമ്പിത്തിരി പൊന്തിയിരിക്കും. അപ്പം അദ്ദേഹം വയലത്ത് കിടന്ന് തലയൊന്ന് പൊങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വരമ്പത്ത് വെച്ച് കിടന്നു. അപ്പം ഇവരെല്ലാവരും എന്ത് ചെയ്തു? വരമ്പത്തുള്ളതാ. അപ്പം ഒന്ന് കവച്ച് വെച്ചും ഒഴിവായും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആ സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്?
ഓ, എല്ലാം വിട്ട് ഉന്മത്തനായി നടക്കുന്ന ഈ മനുഷ്യൻ, ഒന്നും വേണ്ടാത്തവന്, അദ്ദേഹത്തിന് വേണോ ഒരു തലോണാടി എന്നാ പറഞ്ഞു. അദ്ദേഹത്തിനും വേണോ ഒരു തലോണാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ അവർക്ക് സദാശിവ ബ്രഹ്മേന്ദ്രത്തിന്റെ ഉന്മത്തതയെ കണ്ട് തോന്നിയത്, എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഈ മനുഷ്യനിപ്പോ ഒരു തലോണയുടെ ആവശ്യം എന്താ? നിലത്ത് വെറുതെ കിടന്നുവിട്ട ഈ വരമ്പെന്തിനാ? ഞങ്ങളുടെ നടത്തം മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അത് കഴിഞ്ഞ് അവർ വെള്ളം കൊണ്ടുവരാൻ പോയി. മടങ്ങി വരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടത്രേ? തല താഴത്തും കാല് മേപ്പെട്ടുമായിട്ടാണ് കിടന്നത്. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു അത്രേ, കേട്ടുവോ പെണ്ണേ നീയെ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എന്തോ തമാശായിട്ട് പറഞ്ഞു, അത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് എന്താ ഇത്ര അഭിമാനം? ഇപ്പോ ഇത്ര വലിയ അഭിമാനോ? നമ്മൾ പറഞ്ഞാ പറഞ്ഞു എന്ന് വിചാരിച്ച് മറന്നൂടെ? ഇപ്പോ തലവെച്ചോടത്ത് കാലും താഴത്ത് തലയുമായിട്ട് കിടക്കണു. അപ്പൊ ഇദ്ദേഹത്തിന് അഭിമാനമൊന്നും പോയിട്ടില്ല, ഉന്മത്തനാണെന്ന് പറയണേ ഉള്ളൂ. ഉള്ളിൽ എന്തിനാ ഇത്ര അഭിമാനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ തോന്നുന്നു ഞാൻ പറയണത്. അപ്പൊ തല വരമ്പത്ത് വച്ചാലും ആപത്ത്, ഇനി തിരിച്ചു വെച്ചാൽ അപ്പൊ അഭിമാന കഥ. അപ്പൊ മനുഷ്യരെപ്പോഴാ മിണ്ടാണ്ടിരിക്കുക? ഒരു സമയത്തും മിണ്ടാണ്ടിരിക്കില്ല. പരസ്വഭാവ കർമാണി ന പ്രശംസയേത് ന ഗർഹയേത്. ഈ വെള്ളം കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് ഈ ഇഹലോക ബോധം മുഴുവനും വിട്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെ കുറിച്ച് പോകുമ്പോഴും പരാതി, വരുമ്പോഴും പരാതി. ഒന്ന്, ശരീരത്തിനെന്തിനാ തലോണാന്ന്? നമ്മൾ പറഞ്ഞതിലെന്താ ഇത്ര അഭിമാനം അദ്ദേഹത്തിന് തോന്നാനുള്ളത്? അപമാനം എന്നും. അപ്പൊ ഇവരുടെ കുറ്റം എപ്പോഴും മനുഷ്യർ പറയും. ഇതൊക്കെയാണ് ഉണ്ട ചോറ് ദഹിക്കണോ 4 ആളെ കുറ്റം പറയണം, ഇല്ല എൻ്റെ നടക്കില്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇത് വിടൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ സമയത്ത് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതെന്താന്ന് വെച്ചാൽ വളരെ വിശേഷപ്പെട്ടൊരു കഥയാണത്. സാധാരണ ഭാഗവത മഹാത്മ്യത്തിൽ എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. എന്താണത്? തുംഗഭദ്രാ നദീ തീരത്ത് ആത്മദേവൻ എന്ന് പേരുള്ള ഒരു വിപ്രശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ധുന്ധുലി. ആത്മദേവന് ലളിതമായ എളിയ ജീവിതമാണ് ഇഷ്ടം. പത്നി അതിസുന്ദരിയായിരുന്നു. പക്ഷേ തൻ ആധിപത്യം, താൻ പറയണത് എപ്പോഴും നടക്കണം, തനിക്ക് കീഴിലാവണം എല്ലാം, ഭർത്താവടക്കം എന്നൊരു വിചാര. എപ്പോൾ നോക്കിയാലും നാട്ടുവർത്തമാനവും കുറ്റവും കുറയെ ആ മുഖത്തിൽ നിന്ന് പുറത്തു വരുള്ളൂ. അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളാണ്. അവനവൻ്റെ വീട് നോക്കുക, അടിക്കുക, തുടയ്ക്കുക, മെഴുകി വെടുപ്പാക്കുക, ജനാലകളിലൊക്കെ പൊടി തട്ടുക, വേണ്ട സമയത്ത് വിളക്ക് കൊളുത്തുക, പാത്രം തേച്ച് മിന്നിച്ചു വയ്ക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകളിലൊന്നും ശ്രദ്ധ കുറവാണ്. എപ്പോൾ നോക്കിയാലും കുറ്റം പറയലും കുറവ് പറയലും നാട്ടുകാര്യസ്ഥതയും ഒക്കെയാണ്. ഇതാണ് അവരുടെ സ്വഭാവം. വേണ്ടത്ര പിശുക്കുണ്ട്. കലഹത്തിന് എപ്പോഴാ അവസരം നോക്കി നടക്കും. എന്തെങ്കിലും ബഹളം കൂട്ടാൻ വലിയ ഇഷ്ടമാണ്. ഇതാണ് ആരുടെ സ്വഭാവം? ഭാര്യയുടെ സ്വഭാവം. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുക. കാലം മുഴുവനും അർത്ഥവും കാമവുമായി കഴിഞ്ഞു. നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥമാണ്. കുറച്ചൊക്കെ പണവും വേണം, കുറച്ചൊക്കെ ആഗ്രഹപൂരണവും വേണം. പക്ഷെ നമ്മുടെ തുടക്കം ധർമ്മത്തിൽ നിന്നാവണം, അവസാനം മോക്ഷത്തിലുമാണ്. ഈ ധർമ്മത്തെയും മോക്ഷത്തെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു അർത്ഥകാമം നമ്മൾ ഒരിക്കലും ശരിയായി പരിഗണിക്കാറില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായി? ഈ ഭാര്യ പ്രത്യേകിച്ചും ധുന്ധുലി അർത്ഥവും കാമവും മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് മക്കളുണ്ടായില്ല. അവസാനം ആത്മദേവന് എന്തായാലും വിവാഹം കഴിച്ചാൽ ഒരു കുഞ്ഞു വേണം, മടിയിലിരുത്താൻ, മുല കുടിക്കാൻ, നമുക്ക് മരിച്ചു പോയാൽ കുറച്ച് വെള്ളം തരാൻ, മരിച്ചു പോകുന്ന സമയത്ത് ശേഷക്രിയ ചെയ്യാൻ എന്ന് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. മക്കളുണ്ടായില്ല. ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷെ മക്കളുണ്ടായില്ല. സ്വഭാവം തീരെ ശരിയല്ല, എന്നാലും ഒരു നല്ല കുട്ടി ഉണ്ടായിക്കൂടെ എന്നൊക്കെ വിചാരിച്ച് ആത്മദേവൻ വളരെ മോഹിച്ചു. ഒന്നും നടന്നില്ല. അവസാനം ഗതികെട്ട വൈരാഗ്യം മൂത്ത് വീട് വിട്ടിറങ്ങി വനത്തിൽ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരെയും സഹായിക്കാൻ പ്രകൃതി പിണച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു സന്യാസിയെ കണ്ടു. ആ സന്യാസിയെ കണ്ടപ്പോൾ പുത്രനില്ലാത്ത തൻ്റെ ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളം പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് വലിയ വിഷമാണ്. സന്യാസിയുടെ അടുത്ത് പറഞ്ഞാൽ സന്യാസി എന്തു ചെയ്യും? സാധാരണ സന്യാസിമാർ വിവാഹം കഴിക്കാത്തവരാ, കഴിച്ചാൽ തന്നെ ഉപേക്ഷിച്ചവരാ. കുട്ടികളുണ്ടെങ്കിലും അതിനെ ഉപേക്ഷിക്കും. ആ സന്യാസിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് മകനില്ല എന്ന് പറഞ്ഞാൽ സന്യാസി എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? മക്കളും കുട്ടികളും ഉണ്ടായിട്ടും കാര്യമില്ല, എന്നെ നോക്കൂ, ഒരാളും ഞങ്ങൾക്കുള്ളല്ലോ, ഇല്ലല്ലോ, ഉള്ളത് തന്നെ ഉപേക്ഷിച്ച് കഴിയുന്നവരല്ലേ, അപ്പൊ പിന്നെ എന്താ ഇതിനെക്കുറിച്ച് ആലോചിക്കണേ എന്നൊക്കെയാണല്ലോ അവർ ചോദിക്കുക. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഈ ആൾക്ക്
ആത്മദേവൻ ഒരു പുത്രൻ വേണം എന്നുള്ളൊരു വിചാരം മനസ്സിൽ നിന്ന് മാറണില്ല. അപ്പം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. യോഗദൃഷ്ട്യ ആലോചിച്ച് നോക്കിയപ്പോൾ 7 ജന്മത്തിന് പുത്രഭാഗ്യമില്ലാന്നാ അദ്ദേഹത്തിന് കണ്ടത്. അപ്പം സഗരൻ്റെ കഥ, അങ്കൻ്റെ കഥ, ഇവർക്കെല്ലാവർക്കും ഉണ്ടായ പുത്രന്മാർ ദുഷ്ചെയ്തിയിലും ദുഷ്ടത്തരത്തിലും പെട്ട് എന്തെല്ലാം കെടുതികൾ വന്നിട്ടുണ്ടോ അത് മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കി. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ആത്മദേവന് ഒരു വൈരാഗ്യമോ കുട്ടി വേണം എന്നുള്ള വിചാരമോ ഇല്ലാതെയാവുന്നില്ല. അങ്ങനെയാണ് അവിടെ നടന്നത്. അപ്പം ആത്മദേവൻ പിന്നെയും വല്ലാതെ താണ് വീണ് കേണ് അപേക്ഷിച്ചു, എനിക്ക് എങ്ങനെങ്കിലും ഒരു സന്താനം വേണം, അതെന്തായാലും കൊള്ളാം, ഇപ്പം വേണം എന്നാണ് എൻ്റെ മനസ്സിലെന്ന്. അപ്പം സന്യാസി ഒരു പഴം കൊടുത്തു. ആ പഴം ഭാര്യയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു, കഴിക്കട്ടെ എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് സത്യസന്ധത വേണം, നല്ല വെടുപ്പും വൃത്തിയും വേണം, ദിവസേന കുളിക്കണം 2 നേരം, നല്ല ദയവ് വേണം, ദാനശീലം വേണം, ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഒരിക്കൽ വേണം. ഇങ്ങനെ 1 കൊല്ലം വ്രതം അനുഷ്ഠിച്ചാൽ തന്നെ പ്രയോജനമുണ്ടാവുള്ളൂ എന്നൊരു താക്കീത്, ഒരു മുന്നറിയിപ്പും കൊടുത്തു. അങ്ങനെ ഭാര്യയുടെ അടുത്ത് ചെന്ന്, പറഞ്ഞാൽ കേൾക്കണ ഭാര്യയല്ലല്ലോ, ഭാര്യയ്ക്ക് ഈ പഴം കൊടുത്തു. പഴം കൊടുത്തപ്പോൾ എന്തായി, ഈ പഴം കഴിച്ച് ഞാൻ ഗർഭം ധരിച്ചാൽ സർവത്ര അപകടം. ഞാനിപ്പോൾ നല്ല അഴകിയ സുന്ദരിയ, ഗർഭം ധരിച്ചാൽ വയറിങ്ങനെ പൂളക്കായ പോലെ വീർക്കും, കാണാൻ ആർക്കും പിടിക്കില്ല. അത് കഴിഞ്ഞാൽ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മുലകൊടുക്കുകയൊക്കെ വേണം, ഇതൊക്കെ സൗന്ദര്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് എനിക്ക് കുട്ടിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് അവൾ പഴം കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്ത് ചെയ്തു, ജ്യേഷ്ഠത്തിൻ്റെ അടുത്ത് പോയി ആലോചിച്ചപ്പോൾ, നീ ഭക്ഷണം കഴിക്കണ്ട, പഴം കഴിക്കണ്ട, എനിക്കുണ്ടാവുന്ന കുട്ടിയെ എൻ്റെ ഭർത്താവിന് വേണ്ടത്ര പണം കൊടുത്ത് മേടിച്ചു കൊണ്ടുപോയിക്കോളൂ, കഴിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ പഴം എന്തു വേണം, വീട്ടിലുള്ള പശുവിനാ കൊടുത്തു. ആ പശുവിന് പണം കൊടുത്ത് പശു എന്ത് ചെയ്തു, പ്രസവിച്ചപ്പോൾ ചെവി മാത്രം പശുവിൻ്റെ ചെവിയായി, ബാക്കിയൊക്കെ മനുഷ്യനാ. അതാണ് ഗോകർണൻ എന്ന് പറയാൻ കാരണം. ഈ ഗോകർണൻ ചെറുപ്പം മുതൽക്കേ നല്ല സൗശീല്യമുള്ളവനാണ്, നല്ല പരോപകാരപ്രിയത്വം കാണാനുണ്ട്. പ്രഹ്ലാദൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ഗുണശീല മഹിമകളാണ് ആ കുട്ടിയിൽ കണ്ടത്, അതുപോലെ ഈ കുട്ടിയിലും നല്ല ഗുണശീലങ്ങളൊക്കെ കണ്ടു ഗോകർണൻ്റെ. അപ്പുറത്തോ മറ്റേ കുട്ടിയോ പരമദുഷ്ടൻ, കയ്യിലുള്ള ധനമെല്ലാം നശിപ്പിച്ചു. അപ്പം അന്ന് പുത്രനില്ലാത്ത ദുഃഖം, ഇന്നോ പുത്രനുണ്ടായ ദുഃഖം, ഇത് രണ്ടും സഹിക്കുവയ്യാതെ അതിദുഃഖിതനായി കഴിയുമ്പോഴാണ് ഗോകർണൻ ഉപദേശിക്കുന്നത്. ആരെ? അച്ഛനെ. ഈ ഉപദേശം ഭാഗവതത്തിൽ മഹാത്മ്യരൂപത്തിൽ വളരെ വിശേഷപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര നന്നായിട്ടുള്ള ഉപദേശമാണെന്ന് പറഞ്ഞാൽ തീരില്ല. ന ജയേന്ദ്രസ്യ സുഖം കിഞ്ചിത് ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ മുനേഃ ഏകാന്തജീവിനഃ. കപിലൻ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തത് 3-ാം സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ മകൻ അച്ഛനെ ഉപദേശിക്കുന്നതാണ്. അവിടെ മകൻ അമ്മയെ ഉപദേശിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞു കൊടുക്കണു, നചേന്ദ്രസ്യ സുഖം കിഞ്ചിത്. എൻ്റെ പൊന്നച്ഛ, ലോകചരിത്രം പറയുന്നത് വേറെയാണ്. നമ്മൾക്ക് എന്തെല്ലാം സമ്പന്നതകൾ ഉണ്ടായാലും, എന്തെല്ലാം സമ്പത്തുണ്ടായാലും, ഗൃഹം നിറഞ്ഞാലും, സന്താന സൗഭാഗ്യമുണ്ടായാലും, എന്തെല്ലാം ഉണ്ടായാലും ശരി, നചേന്ദ്രസ്യ സുഖം കിഞ്ചിത്. നിരന്തരമായ സുഖം ഇന്ദ്രനില്ല. ന സുഖം ചക്രവർത്തിനഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ചക്രവർത്തിക്ക് പോലും സുഖമില്ല. സുഖമസ്തി വിരക്തസ്യ. മനസ്സിന് വിരക്തി വന്നവന് മാത്രമേ സുഖമുള്ളൂ. മുനേഃ ഏകാന്തജീവിനഃ. ഒറ്റയ്ക്ക് അല്ലലും സൊല്ലലുമൊന്നുമില്ലാതെ ഒതുങ്ങി ജീവിക്കുന്നവർക്കാണ് പരമസുഖം. മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതിഃ നിപതിഷ്യതി ദേഹോയം സർവം ത്യക്ത്വാ വനം വ്രജ. ഒരു മകൻ അച്ഛനോട് പറയുന്നതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവണമെന്നോ ഉണ്ടാവണ്ടെന്നോ അഭിപ്രായം? അത് മാത്രം ആത്മദേവന്റെ കൂടെ പോകുന്നവരാണ് നിങ്ങൾ. ഇത്ര ദിവസം സത്രോ ഭാഗവതോ ഒക്കെ കേട്ടാലും ഇങ്ങനെയുള്ള മക്കൾ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് എടുത്ത വായിക്ക് പറയുന്നവർ വളരെ കുറയും. മുഞ്ചാജ്ഞാനം പ്രജാരൂപം. സന്താനം വേണം, ഉണ്ടായ സന്താനം എങ്ങനെയാണ് എന്നുള്ള കാര്യം, ആ വിചാരം അങ്ങോട്ട് കളയൂ. മോഹതോ നരകേ ഗതിഃ. ഈ വിചാരം പുലർത്തി പോന്നാൽ, ഇതോടുകൂടി മരിച്ചാൽ മകനോ ദുഷ്ടനാണ്. ആ ദുഷ്ടതയെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സ് അനുസ്മരിക്കാനും പരിതപിക്കാനും തുടങ്ങിയാൽ
മകൻ ശാരീരികമായി പ്രവർത്തിക്കുന്ന ദുഷ്ടത, അച്ഛനോ മനസ്സുകൊണ്ട് അനുസ്മരിക്കുന്ന ദുഃഖം. മറ്റൊരാളുടെ ദൂഷ്യം നിങ്ങൾ ഉരുവിടുമ്പോൾ എന്തുണ്ടാവണു? രാമരാമ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ ആ ജപം കൊണ്ടും അനുസ്മരണം കൊണ്ടും എങ്ങനെ പുണ്യമുണ്ടാവുന്നുവോ അതുമാതിരി അയൽവക്കക്കാരൻ്റെ ദൂഷ്യങ്ങൾ ഉരുവിടുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ദൂഷ്യമാണ് വരുന്നത്. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതി നിപതിഷ്യതി ദേഹോയം. ഈ ദേഹം എങ്ങനെയായാലും വീഴാനുള്ളതാണ്. ആ വീഴുന്നതിന് മുൻപ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കണം. സർവം ത്യക്ത്വാ വനം വ്രജ. എല്ലാറ്റിനെയും വിട്ട് കാട്ടിലേക്ക് പോകൂ. ഇത് തന്നെയാ പ്രഹ്ലാദനും പറഞ്ഞത്. വനം ഗതോ യദ്ധരിമാശ്രയേത ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവോ ഈ വരികൾ? ഹിത്വാ ഉപേക്ഷിച്ചിട്ട്, ആത്മപാദം ഗൃഹമന്ധകൂപം. തൻ്റെ ആത്മാവിനെ താഴത്ത് തട്ടിയിടുന്ന പൊട്ടക്കിണറായിരിക്കുന്ന ഗൃഹത്തെ ഉപേക്ഷിച്ച് വനം ഗതോ വനത്തിൽ ചെന്ന് ഹരിം ആശ്രയേത, ഹരിയെ ആശ്രയിക്കൂ എന്നാണ് 7 വയസ്സുള്ള പ്രഹ്ലാദൻ മുതിർന്ന അച്ഛനോട് പറയുന്നത്. ഇവിടെയും പറയുന്നത് കുട്ടി അത് തന്നെയാ. നിപതിഷ്യതി ദേഹോയം സർവം ത്യക്ത്വാ വനം വ്രജ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറെ മകൻ പറയണത് കേട്ട് മനസ്സിനൊരു സമ്മതം തോന്നി. അപ്പൊ അവിടുന്ന് നിങ്ങളുടെ ഉപദേശം തേടി. ഞാൻ ആ വനത്തിൽ പോയി എന്തൊക്കെ വേണം, എങ്ങനെയാണ് ഉപേക്ഷിക്കുക, എനിക്ക് തക്ക ബലം ഉണ്ടാക്കി തരൂ, അതിന് ഉപദേശിക്കൂ എന്ന് ചോദിച്ചപ്പോൾ മകൻ പറയുകയാണ്. ഈ 2 ശ്ലോകം ഞാൻ വളരെ കൊല്ലങ്ങൾ മുൻപ് കേട്ടതും പറഞ്ഞതുമാണ്. എല്ലാവരോടും പറയും, അല്ല എല്ലാവരോടും അല്ല, അവസരമുള്ള സമയത്ത് ഞാനിതിങ്ങനെ ഉരുവിട്ട് അന്നേ പഠിച്ചതാ. ദേഹേ സ്ഥിമാം സരുധിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. ഈ കാവ്യം നിങ്ങൾ ഗ്രഹിച്ചാലേ എപ്പോഴും അത് ഓർമ്മ വരുള്ളൂ. ദേഹേ സ്ഥിമാം സരുചിരേ അഭിമതിം ത്യജത്വം. ദേഹം, അതിലുള്ള അസ്ഥി, എല്ല്, മാംസം, അതിലുള്ള രക്തം, ഇതിലെല്ലാറ്റിലുമുള്ള അഭിമതി, അഭിമാനം, ഈ ദേഹമാണ് ഞാൻ എന്നുള്ള വിചാരമുണ്ടല്ലോ, അതിനെ ത്യജത്വം, അതിനെ അങ്ങോട്ട് വിട്ടുകളയൂ എൻ്റെ അച്ഛ. ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച. ഭാര്യ, മക്കള്, അവിടുന്ന് അങ്ങോട്ട് നമുക്കൊക്കെ ഇരിക്കാനുള്ള ഗൃഹം, ഈ കാര്യങ്ങൾ മുഴുവനും അതിലുള്ള മമതയെ എൻ്റെയാണ്, എനിക്ക് വേണ്ടിയാണ് എന്നുള്ള തോന്നലെ വിട്ടുകളയൂ. അത് വിടാനുള്ള ശക്തി എവിടുന്ന് ഉണ്ടാവുമെന്ന് ചോദിച്ചാലോ, പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം. അതിനാണ് ബുദ്ധി, അതിനാണ് മനസ്സ്, അതിനാണ് ആലോചന, അതിനാണ് വിശേഷ ബുദ്ധി, വിവേകം, കൂലങ്കഷമായി പരിശോധിച്ച് വിലയിരുത്തൽ. നിങ്ങൾക്ക് വിലയിരുത്താനുള്ളൊരു ബുദ്ധിയുണ്ടല്ലോ. നിങ്ങളുടെ ശരീരം എന്നും ഒരുപോലെ നിൽക്കുന്നതോ അതോ പരിവർത്തനശീലമോ? പരിവർത്തനമാണല്ലോ അതിൻ്റെ ശീലം. ലോകത്തിലുള്ള എല്ലാറ്റിനും എന്ത് പരിവർത്തനമാണെങ്കിലും ഉള്ളതില്ലാതെയാവുകയാണ്, നാശമാണ്. അപ്പൊ ലോകത്തിൽ ഉള്ളത് മുഴുവൻ നശ്വരമാണ്. ക്ഷണഭംഗനിഷ്ഠമാണ് എല്ലാം. പശ്യാനിശം ജഗതിദം. ഈ കാണുന്ന ജഗത്ത് മുഴുവനും എപ്പോഴും കാണണം ക്ഷണഭംഗനിഷ്ഠമാണെന്ന്. എന്നിട്ടോ വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. ഇതെന്താ ഇപ്പൊ പുസ്തകം എടുത്ത് നോക്കണേ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. വൈരാഗ്യരാഗരസിക. നമുക്ക് പലതിനോടും സ്നേഹം തോന്നും. എന്തിനോട് സ്നേഹം തോന്നണോ? സ്നേഹം തോന്നുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിന് സ്നേഹം തോന്നിക്കഴിഞ്ഞാലോ മനസ്സിനെ സ്നിഗ്ധമാക്കി സന്തോഷിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വൈരാഗ്യത്തിനോടുമാകാം സ്നേഹം, ഈശ്വരനോടുമാകാം സ്നേഹം, സത്യത്തോടും ധർമ്മത്തോടുമാകാം സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഭാവമാണ്. ആ ഭാവം കൊണ്ടൊരു സമന്വിതത്വം ഉണ്ടാകുന്നത് ഏത് പൊരുളിനായാലും വിരോധമില്ല. ജനക മഹാരാജാവിനോട് അഷ്ടാവക്രൻ പറയാണ്, മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷഭത്യജ ക്ഷമാർജവതയാ തോഷ സത്യം പീയൂഷവദ്ഭജ. അങ്ങയ്ക്ക് മുക്തി വേണം, ജ്ഞാനം വേണമെന്നുണ്ടെങ്കിൽ ഈ ലോകവസ്തുക്കൾ, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ലോകവസ്തുക്കൾ മുഴുവൻ വിഷതുല്യമാണെന്ന് വിചാരിച്ച് പരിത്യജിക്കൂ.
ഈ പരിത്യജനം എവിടെയാ? മനസ്സിലാണ്. അപ്പൊ ഈ ലോകവസ്തുക്കളെ, സ്ഥൂല വസ്തുക്കളെ മുഴുവൻ പരിത്യജിച്ചാൽ പിന്നെ എന്തിനെയാണ് ഗ്രഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം 5 കൂട്ടം വിഭവങ്ങൾ. ക്ഷമാർജവദയാ തോഷസത്യം പീയൂഷവദ്ഭജ. അമൃത് പോലെ കണക്കാക്കി ക്ഷമയെയും, ആർജവം നേർമ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ദയ കമ്പാഷൻ, മനുഷ്യരോട് കൃപ ദാക്ഷിണ്യം തോന്നല്, ക്ഷമാർജവദയാ തോഷ സന്തോഷത്തോടു കൂടിയിരിക്കുക, മുഖം കയറ്റി പിടിക്കരുത്, പരിഭവം കാണിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞത് പറഞ്ഞയിടത്ത് പോയി കാലത്ത് പറഞ്ഞത് 3 ദിവസം വീർപ്പുണ്ട്. പറഞ്ഞ ആളെ എന്നോട് മാപ്പ് ചോദിക്കുന്നവരെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു വിശേഷാത്. എന്തെങ്കിലും ഒന്ന് ഉരസി പറഞ്ഞു എന്നുണ്ടെങ്കിൽ മുഖം കയറ്റി പിടിക്കും, എന്നിട്ട് മിണ്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ നീ മുഖം കയറ്റി പിടിച്ചിരിക്കുന്ന, നിങ്ങൾ എന്തിനാ അത് ചോദിക്കാൻ വന്നതെന്ന് ചോദിക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞാലേ അത് ഇറങ്ങുള്ളൂ. അങ്ങനെ മുഖം കയറ്റി പിടിക്കുന്ന ഒരു സ്വഭാവേ പാടില്ല എന്ന്. സന്തോഷമായിട്ടിരിക്കൂ നിങ്ങൾ, ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ക്ഷമാർജവദയാതോഷ സത്യം, പിന്നെ സത്യസന്ധത, ഇതൊക്കെ പീയൂഷവദ്ഭജ. അതാണ് നമുക്കിവിടെ വേണ്ടത്. വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. വൈരാഗ്യത്തോട് വളരെയധികം സ്നേഹം തോന്നി സ്നേഹസമ്പന്നമായ മനസ്സ് ഭക്തിനിഷ്ഠനായിട്ട് ജീവിക്കൂന്ന് അച്ഛനോട് മകൻ പറയണതാ. അതിൻ്റെ കൂട്ടത്തിൽ പറയണു, ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. പ്രേക്ഷകരെ, ഇങ്ങനെ ഒരു ശ്ലോകം മതി. അത് ഉരുവിടും, അത് പഠിക്കും, അത് ആസ്വദിക്കൂ, അത് വീണ്ടും വീണ്ടും ചൊല്ലൂ. ആ ചൊല്ലുന്നതിലും കേൾക്കുന്നതിലും എന്തുമാത്രം അമൃത് നിഷ്യന്തികൾ ഉണ്ടാവും എന്നുള്ളത് അനുഭവിച്ചിട്ട് വേണം അറിയാൻ. എത്ര രസകരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1000, 2000, 3000 തവണ ഇത് ചൊല്ലിക്കാണ്. കൂടുതലും ബാക്കിയുള്ളവരോട് പറയുന്ന സമയത്താണ്. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ. ലോകത്തിലുള്ള ധർമ്മങ്ങൾ പലതും ഉണ്ട്. ആ ലോകധർമ്മങ്ങളെ മുഴുവനും വിട്ടോളൂ. ഭക്തിധർമ്മം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ലോകധർമ്മത്തിൻ്റെ ആവശ്യമില്ല. അത് ഇഹലോക സംബന്ധമാവട്ടെ പരലോക സംബന്ധമാകട്ടെ. പല കണക്കുകൂട്ടലുകളും സാധാരണക്കാർക്കുണ്ടാവും. അതിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കേണ്ടതാണ്. ധർമ്മം ഭജസ്വ. ഭക്തിധർമ്മം എന്നൊരു ധർമ്മമുണ്ട്. ഈശ്വരനെ മനസ്സിൽ നിർത്തുക, ഈശ്വരനെ എല്ലാറ്റിലും എല്ലാവരിലും കാണുക, ആ ഈശ്വരനെ മാത്രം ആശ്രയമായി പരിഗണിക്കുക, അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാനും അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കാനും ഈശ്വരജ്ഞാനമുള്ളവരോടുകൂടി സംസർഗം പുലർത്താനും അങ്ങനെയുള്ള സത്സംഗപ്രിയത്വത്തോടുകൂടി ജീവിക്കുകയാണ്. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ. സേവസ്വ സാധുപുരുഷാൻ. ലോകത്തിൽ സജ്ജനങ്ങളുണ്ട്, മഹാത്മാക്കളുണ്ട്, ഭാഗവതോത്തമന്മാരുണ്ട്. അവർക്ക് എന്ത് തരത്തിലുള്ള സേവ ചെയ്യുകയാണെങ്കിലും അത് വളരെ വിശേഷപ്പെട്ടതാണ്. സേവ എന്ന് പറഞ്ഞാൽ സേവനം. ഇപ്പോൾ കുട്ടികളെ, നമ്മുടെ സാധാരണ ഗൃഹിണികൾ എന്ത് ചെയ്യും? ഗൃഹത്തലവികൾ എന്താ ചെയ്യുക? ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കും, കുട്ടികളെയും ശുശ്രൂഷിക്കും. അതൊരു സേവയാണ്. അതുപോലെ സജ്ജനങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുക, അവരുടെ കൂടെ പോവുക, അവർക്ക് എന്തെങ്കിലും വല്ല കാര്യങ്ങളും വേണമെങ്കിൽ പറയുക. ഒരു ശാസ്ത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിക്ഷണറി ഒന്നും ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കുക. വേറെ ഒരു ശാസ്ത്രം അതൊന്ന് എടുത്തു കൊടുത്ത് റെഫറൻസ് വേണമെങ്കിൽ നോക്കി പറയുക. എന്തെങ്കിലും പറയൂ, ഞാൻ പകർത്താം എന്ന് പറയാം. അവരെന്തെങ്കിലും തത്വപ്രവചനത്തിൽ പോകുമ്പോൾ പിന്നാലെ പോവുക, സീറ്റൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുക, കയ്യിലുള്ള പുസ്തകം പോവുക. ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതൊക്കെ സേവയാണ്. അത് ഏതുവരെ വേണമെങ്കിൽ എത്താം. അവരെന്തെങ്കിലും സ്ഥാപനം നടത്തുന്നവരാണ്, ആശ്രമത്തിലിരിക്കുന്നവരാണ്. പല ഭക്തജനങ്ങളും വരും. ഇതാ ഇപ്പം ഇവിടെ ധർമ്മസേവകന്മാരെന്ന് ഞങ്ങൾ പറയുന്നു. ഇവിടെ ബഹുശതം ജനങ്ങൾ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രദക്ഷിണം വയ്ക്കണം. കുറേ ആൾക്കാർ ആ ചെയറൊക്കെ എടുത്തു, അങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് തിരിച്ചു, പോകുന്ന സമയത്ത് അനുഗമിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള സേവനം ഉണ്ടല്ലോ. സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം. മനസ്സിലുള്ള കാമം, അതിൻ്റെ തന്നെ ഉത്കടമായിരിക്കുന്ന രൂപം എന്ത്? തൃഷ്ണ, അത്യാർത്തി. ഇത് രണ്ടും വിടുക. പിന്നെ മുഖ്യമായിട്ടൊരു കാര്യം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ. അന്യസ്യ ദോഷഗുണചിന്തനം ആശു മുക്ത്വാ.
ഇനി ഒരാളുടെ ഗുണവും ദോഷവും പറയുന്ന സ്വഭാവം എന്നേക്കുമായി തല ചുറ്റി ഒരു ഏറങ്ങോട്ട് കൊടുക്കുകയാണ്. മിണ്ടിപ്പോവരുത്. നിങ്ങൾ തീരുമാനിക്കോ, ഞാൻ ഈ പറയണത് കേട്ട് ഇന്ന് മുതൽക്ക് ഇനി ഒരാളെ ദൂഷ്യം പറയുന്ന സ്വഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. നിങ്ങളുടെ ഭാഗവത ശ്രവണം, മുക്തിസ്കന്ധ ശ്രവണം സാർത്ഥകമാകണമെങ്കിൽ പരനെ കുറ്റം പറയുന്ന സ്വഭാവം എന്നേക്കുമായി വിട്ട് യാത്ര പറയൂ. നിങ്ങളുടെ കുടുംബത്തിൽ പോലും അയൽവക്കത്തിൽ പോലും ഉണ്ടാവരുത്. അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. സേവാകഥാരസമഹോ, ഇതൊക്കെ ഭാഗവതത്തിൻ്റെ പ്രത്യേക ശബ്ദങ്ങളും പദങ്ങളും പ്രയോഗങ്ങളുമാണ്. സജ്ജനങ്ങളെ സേവിക്കുമ്പോൾ അതിലൊരു രസമുണ്ട്, ഒരു രസം. ഈശ്വര കഥകളും തത്വകഥനങ്ങളും കേൾക്കുമ്പോൾ അതിലുമുണ്ട് ഒരു രസം. ആ ശ്രവണസുഖം അനുഭവിക്കുക, സേവാസുഖം അനുഭവിക്കുക. ആ രസം നിതരാം പിബത്വം, വാരിക്കോരി കുടിക്കൂ. അപ്പൊ രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത്. അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാ കഥാരസമഹോ നിതരാം പിബത്വം. എത്രയും കുടിച്ചോളൂ സേവാ കഥാരസം. ദാ താക്കോല് അച്ഛാ എന്ന് പറഞ്ഞ് മകൻ കൊടുത്തു. മനുഷ്യർക്ക് വൈരാഗ്യം എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്ക് ഉപദേശിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ മതി. വീട്ടംഗങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീട് വിട്ട് പുറത്തേക്ക് പോണ്ടി വരണത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒരാൾ തത്വം ഉപദേശിച്ച് നിങ്ങളുടെ മനസ്സിനെ നേരെയാക്കാൻ ഉണ്ടാകുമെങ്കിൽ പുറത്തേക്ക് ഒരു പക്ഷേ പോകേണ്ടി വരുമായിരുന്നില്ല. ഈ രണ്ട് ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം. ദേഹേ സ്ഥിമാം സരുധിരേഭിമതിം ജജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗദിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം. അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ വൈരാഗ്യ സേവാ കഥാരസമഹോ നിതരാം പിബത്വം. നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് എന്താ തോന്നണേ? നല്ലതോ അത്? വയസ്സ് 60 കഴിഞ്ഞിരുന്നു. പിതാവ് വനത്തിൽ ചെന്നു. ഭാഗവതം ദശമസ്കന്ധം ധാരാളം പാരായണം ചെയ്ത് ശ്രീകൃഷ്ണനോടുകൂടി അലിഞ്ഞു ചേർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. മാഹാത്മ്യം അതവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ തുടങ്ങിയത് എന്താ? 28ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം. അത് കഴിഞ്ഞ് അതിൽ ആ പരസ്വഭാവകർമാണി ന പ്രശംസയേത് ന ഗർഹയേത് എന്നുള്ള ഒരു ശ്ലോകമാണ് ഇതിനെല്ലാറ്റിനും കാരണം. അന്യന്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് നാം പറയരുത്, സംസാരിക്കരുത് എന്നുള്ളതാണ് അവിടെ പ്രധാനമായി നമുക്ക് ഗ്രഹിക്കാനുള്ളത്. ഈ അന്യന്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നാം ഇങ്ങനെ വാനോളം ആക്കി പുകഴ്ത്തി പറയാൻ തുടങ്ങിയാൽ അതിന് എന്താണ് അർത്ഥം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കൂ. ഒരു തരത്തിലും പറ്റില്ല. ഇനി ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി ഗുണദോഷം പറഞ്ഞ് നമ്മൾ സമയം ചെലവ് ചെയ്യാൻ നമ്മൾ ആര്? ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രകൃതക്കാരുണ്ടാവും. ഇന്ന പ്രകൃതക്കാരെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കളവുണ്ട്, ചതിയുണ്ട്, അസൂയുണ്ട്, കുശുമ്പുണ്ട്, കുനിഷ്ഠുണ്ട്, സർവ്വവിധത്തിലുള്ള തൊന്തരവും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? അയ്യോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഭഗവാനോട് നന്ദി കൃതജ്ഞത പറയുന്നത് ഒഴികെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുക? ഒരിക്കലും തോന്നരുത്. ഇപ്പൊ ദാ ഡൽഹിയിൽ നടക്കുന്ന സംഭവം എന്താ? ബസ്സിൽ ജനാധിപത്യ യുഗത്തിൽ ഒരു പെണ്ണൊരുത്തി ചെന്നങ്ങോട്ട് കയറി എല്ലാവരും കൂടി കൂട്ടബലാത്സംഗം നടത്തി എന്നാ പറയണത്. അത് ജീവിക്കോ ഇരിക്കോ എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നിട്ടിപ്പോൾ തലസ്ഥാന നഗരി മുഴുവനും പോലീസുകാർ തടുത്തു നിർത്തിയിരിക്കുക. ആരുടെ എതിരെ? പ്രജകളുടെതിരെ. ഏത് പ്രജകൾ? നീതി ആവശ്യപ്പെടുന്നവർ, സാമൂഹ്യ മര്യാദ ആവശ്യപ്പെടുന്നവർ, സാമാജിക നിയന്ത്രണം ഉറപ്പുവരുത്താൻ ആവശ്യപ്പെടുന്നവർ. ജനായത്ത സംവിധാനത്തിൽ ജനങ്ങളിലാണ് സർവശക്തിയും. ആ ജനങ്ങളാ പറയുന്നത്. അതേസമയം സർക്കാർ എന്ത് ചെയ്യും? എല്ലാവരും കൂടി അങ്ങോട്ട് വന്നാൽ, അനവധി ആൾക്കാർ ഒന്നിച്ചു കൂടിയാൽ ഇന്നതേ ചെയ്യൂ എന്നില്ല. എന്തു വേണമെങ്കിൽ നടക്കാം. ലിഞ്ചിങ് എന്ന് പറയും. പിടിച്ചങ്ങോട്ട് മാന്തിയാൽ ഒരാൾ വരെ മരിച്ചു പോകും. എല്ലാവരും കൂടി പിച്ചാനും മാന്താനും തുടങ്ങിക്കഴിഞ്ഞാൽ ലിഞ്ചിങ് എന്നാണ് അതിന് ശരിയായിട്ടുള്ള വാക്ക്. അപ്പം അവർക്ക് അതിന് സംരക്ഷണം ആവശ്യവുമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം?
ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളെ വധിക്കണം, വധശിക്ഷ കൊടുക്കണം എന്ന് പറയൽ കഴിയും. എങ്ങനെയാ ഒരാളെ പിടിച്ച് കെട്ടെന്ന് അങ്ങോട്ട് തൂക്കാനോ കഴുത്തു മുറിക്കാനോ നമുക്ക് പറ്റുമോ? നമുക്ക് ചില നിയമങ്ങളില്ലേ, വ്യവസ്ഥയില്ലേ? ചെയ്ത ആൾ ബലാത്സംഗം ചെയ്തത് അക്രമമാണ്. അതുപോലെ അക്രമികളായിട്ട് ആളെ കൊല്ലാൻ പറ്റുമോ? അതിനും വേണ്ടേ കുറച്ച് സമയവും വ്യവസ്ഥയും ഒക്കെ. ഒരു ദോഷം ഉണ്ടാവുന്നത് എളുപ്പം കഴിയും, ആ ദോഷത്തെ ഉന്മൂലനം ചെയ്യുന്നത് എളുപ്പത്തിൽ കഴിയൂല. അപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ബസ്സിൽ എല്ലാവരും കൂടി കൂട്ടബലാത്സംഗം ചെയ്യണം എന്ന് തോന്നിയത് എവിടുന്ന്? മനസ്സിൽ നിന്നാണ്. എവിടുന്ന്? മനസ്സിൽ നിന്ന്. അതേപോലെ ഒരു മനസ്സാണ് നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ളത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നണില്ല എന്ന് പറഞ്ഞ് നാം കേമനാണെന്ന് ആരും നടിക്കണ്ട. ആ തോന്നൽ മാറ്റി നമുക്കും ദുഷ്ടപ്രേരണകൾ വന്നാൽ നാം ദുഷ്ടന്മാരെക്കാൾ കശയാവും നമ്മുടെ പെരുമാറ്റം. അപ്പൊ ഈ ലോകം ഇത് മുഴുവനും എവിടെയാ? നമ്മളൊക്കെ ഭൂസന്താനങ്ങളാണ്. ഭൂമിയിൽ നിന്ന് ഈ ദോഷങ്ങൾ കിട്ടി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒക്കെ ഭൂസന്താനങ്ങളാ. നമ്മൾ എവിടുന്നാണ് ഉണ്ടായത്? ഭൂമിയിൽ നിന്ന്, ജലത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, സൂര്യകിരണങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഈ ഭൂമിയിൽ എവിടെ പോയി തപ്പിയാലും ദുഷ്ടത കാണില്ല, കാറ്റിൽ തപ്പിയാലും കാണില്ല, വെള്ളത്തിലും ഇല്ല, സൂര്യചന്ദ്ര കിരണങ്ങളിലും ഇല്ല. നമുക്ക് മാത്രം ദുഷ്ടത എങ്ങനെ വന്നു? എന്തിനെ കണ്ടിട്ടാണ് നമ്മൾ ദുഷ്ടത പഠിച്ചത്? എനിക്ക് എപ്പോഴും ഈശ്വരനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്തെങ്കിലും നല്ലതോ ചീത്തയോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ചീത്ത പഠിച്ചത്? ഒന്നിലോ ഞാൻ കണ്ടുപഠിച്ചു, ഇല്ലെങ്കിലോ എൻ്റെ ഉള്ളിൽ എൻ്റെ പൂർവികർ ആ തലമുറ കുത്തുവെച്ചു. ഞാൻ പറയണത് ശരിയാവുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് എങ്ങനെയാ ഈ ദുഷ്ടത വന്നത്? അമ്മിഞ്ഞ കുടിച്ചു വന്നോ? അപ്പൊ അമ്മയുടെ ഉള്ളിലുണ്ടല്ലോ. അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി? അമ്മയ്ക്ക് അമ്മിഞ്ഞ കൊടുത്ത ആളുടെ അടുത്തുനിന്ന് കിട്ടി. അവസാനം ഇത് എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ ആർക്കും അറിയില്ല. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പഞ്ചഭൂതങ്ങളിൽ നിന്ന്, ഭൂതത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്നാണ് നമ്മുടെ ജന്മം. ആദ്യത്തെ മാതാപിതാക്കൾ എവിടെയാ? ഭൂമിയിലാണ്. അവർക്ക് മാതാവും പിതാവും ആരാ? ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം ശൂന്യത്തിൽ നിന്നാണ് ഈ പൂർണ്ണം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ഈ ശൂന്യത്തിന് ഇത് മുഴുവനും തൊടുത്തുവിടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒരാൾ ദുഷ്ടൻ എന്ന് പറയുന്നത് എളുപ്പം കഴിയും. നിങ്ങളെ ശിഷ്ടൻ എന്നും നിങ്ങൾക്ക് വിളിക്കാം. ഈ ദുഷ്ടശിഷ്ടന്മാര് രണ്ടും എവിടുന്ന് ഉത്പത്തിയായി എന്ന് ചോദിച്ചാൽ നമ്മുടെ ചോദ്യം അദൃശ്യവും ദുരൂഹവുമായിരിക്കുന്ന ആ ആദ്യ വസ്തുവിൽ ചെന്നെത്താതെ പറ്റില്ല. അവിടുന്ന് എന്തോ ചില പ്രാപഞ്ചികമായിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും കാര്യകാരണ ശൃംഖലകളുമായി അവസാനം ചിലർ ദുഷ്ടന്മാരും ചിലർ ശിഷ്ടന്മാരുമാവുന്നതാ. ശിഷ്ടന് തൻ്റെ ശിഷ്ടത്വത്തിന് ഒരു ഉത്തരവാദിത്വവും അവകാശപ്പെടാൻ പറ്റില്ല. ദുഷ്ടനും ഒരളവ് വരെ പറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊക്കെ ഒരു നിലയ്ക്ക് നിസ്സഹായന്മാരാണ്. അപ്പൊ ലോകത്തിൽ കാണുന്ന നല്ലതിനെയും ചീത്തയെയും കണ്ട് പെട്ടെന്ന് ദുഷിക്കാനോ പെട്ടെന്ന് സ്തുതിക്കാനോ നിങ്ങൾ ആരും പുറപ്പെടരുത്. അരുത്, അരുത്. വിചാരശീലന്മാരാവൂ. ഭക്തി ഉണ്ടാവട്ടെ. എന്ത് കണ്ടാലും ഈശ്വരനോട് ആശ്രയം തോന്നൂ. എൻ്റെ കുടുംബത്തിൽ എനിക്ക് നല്ല കുട്ടികൾ ഉണ്ടാവണേ, ലോകത്തിൽ മുഴുവൻ ഉണ്ടാവണേ, ഉണ്ടാവണേ, ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ആരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി നമുക്ക് നന്നാക്കാനോ ചീത്തയാക്കാനോ പറ്റില്ല. വളരെ ഗൗരവമുള്ള പ്രശ്നമാണിത്, ഉപായപ്പെട്ടതല്ല. ഈ ലോകം എക്കാലത്തും ഇങ്ങനെ ആയിട്ടുള്ളൂ. രാമന്റെ കാലത്തൊരു രാവണനുണ്ടായിരുന്നു. രാവണന് ബുദ്ധി ഉപദേശിക്കാൻ ഒരു ശൂർപ്പണഖ ഉണ്ടായിരുന്നു. വിഭീഷണനും നല്ല ബുദ്ധി ഉപദേശിച്ചു, കടന്നു പോന്നാ പറഞ്ഞത്. കുംഭകർണൻ കൂടെ നിന്നു. അന്നുമില്ലേ വ്യത്യാസങ്ങള്? എപ്പോഴാ ഇത് ഇല്ലാതെ ഇരുന്നിട്ടുള്ളത്? ശ്രീരാമൻ വസിഷ്ഠനോട് പ്രപഞ്ചത്തിന്റെ ദോഷാംശങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചപ്പോ പറയാണ്, ജനഃകാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിജ്ജഗതി സുജനോ നാദ്യ സുലഭ. ഈ ലോകത്തിലുള്ളവർ മുഴുവൻ കാമാസക്തന്മാരായി പലതരത്തിലും കാടുകയറുന്നവരും കഴുകയറുന്നവരുമാണ്. വിവിധ കുകലാചേഷ്ടനപരഃ, പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികളിലുമാണ് അവർ ചെന്ന് ചാടുന്നത്. സദുസ്വപ്നേപ്യസ്മിജ്ജഗതി സുജനോ നാദ്യ സുലഭ. സ്വപ്നത്തിൽ പോലും ഒരു നല്ല ആളെ എനിക്ക് കാണാൻ വയ്യാന്ന് 16 വയസ്സായ രാമൻ വസിഷ്ഠരോട് പുലമ്പുന്നു. ഇത് എപ്പോഴത്തെ ചരിത്ര? ത്രേതായുഗ ചരിത്രം. ഇപ്പൊ കലിയുഗോ? എന്താ വ്യത്യാസം? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട് ധാരാളം എന്നാണ് എനിക്ക് മറുപടി. ഒരു പക്ഷേ ചീത്ത ആൾക്കാരെ ഞാൻ അത്ര കണ്ടിട്ടില്ല, എൻ്റെ അടുത്ത് വരാറുമില്ല. നല്ലവരാണ് വരുന്നത് പലരും. പലരും വന്നിട്ട് ഓരോന്ന് പറയണത് കേട്ടാൽ
അവരോട് ഒരു തരത്തിലും ഒരു അലിവല്ലാതെ ഒരു ക്രൂരതയോ ഒരു ദേഷ്യമോ ഒരു തിരസ്കരണമോ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അവരവർ ചെയ്ത തെറ്റുകളും വിഷമങ്ങളും ഒക്കെ വന്ന് പറയുന്നവരുണ്ട്. അപ്പം എല്ലാവരും അവരവരുടെ പ്രകൃതത്തിനും സ്വഭാവത്തിനും അടിമകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരസ്വഭാവകർമാണി ന പ്രശംസേന്ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ. കേൾക്കുന്നുണ്ടോ? വിശ്വമേകാത്മകം പശ്യൻ. ഈ വിശ്വത്തെ മുഴുവനും ഏകാത്മകമായി കാണൂ, ഒരേ ഒന്നായി കാണൂ. ശർക്കരയ്ക്ക് അകമ്പുറമില്ലല്ലോ, ഉണ്ടോ? ഉപ്പുപാറയ്ക്ക് അകമ്പുറമുണ്ടോ? അത് മുഴുവൻ ഈ ലോകം മുഴുവനും ഈശ്വരമയമാണ്. അവിടെ ഈ പകുതി പൊട്ട, ഈ പകുതി നല്ലത് എന്ന് പറയാനില്ല. നമ്മുടെ ഉടലിൽ തന്നെ നല്ല ഭക്ഷണമാണ് വയറ്റ് കിടക്കുന്നത്. എന്നാൽ വലിയ കുടലിലോ ദുർഗന്ധം വമിക്കുന്ന മലമാണ് കിടക്കുന്നത്. രണ്ടും കൂടിച്ചേർന്നതാണ് നമ്മുടെ വയറ്. വയറിന് പറയാൻ പറ്റുമോ ഏയ് മലദ്വാരം വലിയ കുടലേ നീ പോ എന്ന് പറയാൻ പറ്റുമോ? എന്താ മിണ്ടാത്തവര്? സഹവർത്തികളായിരിക്കാൻ നോക്കൂ. ക്ഷമിക്കൂ, ക്ഷമിക്കൂ. ദയവുണ്ടാവട്ടെ, ദയവുണ്ടാകട്ടെ. ഒറ്റ ആളെയും പുച്ഛിക്കരുത്, തിരസ്കരിക്കരുത്, നിന്ദിക്കരുത്. അയ്യോ ഇങ്ങനെ വന്നൂല്ലോ, അനുശോചിച്ചോളൂ, പരിതപിച്ചോളൂ. സഹതാപം തോന്നട്ടെ. സഹതാപത്താൽ നിങ്ങളുടെ മനസ്സ് നീറിയതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ ദേഷ്യത്താലോ പരിഭവത്താലോ ശത്രുതയാലോ ഘൃണയാലോ നിന്ദയാലോ നിങ്ങൾക്ക് നീറ്റം വരരുത്, ദുര്യോധനൻ്റേതുപോലെ. പരസ്വഭാവകർമാണി ന പ്രശംസേന്ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ. ഈ വിശ്വത്തെ മുഴുവനും ഏകാത്മകമായി കണ്ട് പ്രകൃത്യാ പുരുഷേണ ച. ഇവിടെ പഞ്ചഭൂത നിർമ്മിതമാണ് ലോകം മുഴുവനും. അതാണ് പ്രകൃതി. ആ പ്രകൃതിയെ പരിണമിപ്പിക്കുന്നത് പുരുഷനാണ്. അപ്പൊ പ്രകൃതിയാലും പുരുഷനാലും എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കണു, എല്ലായിടവും വ്യാപ്തമാണ് എന്ന് മനസ്സിലാക്കി സർവത്ര ഈശ്വര ദർശനം. സർവം വിഷ്ണുമയം ജഗത് വാസുദേവ സർവമിതി. ഇവിടെയൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലോ മഹാവാക്യങ്ങൾ. പ്രജ്ഞാനം ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്, സർവം ഖൽവിദം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി ഒക്കെ എഴുതി വച്ചിട്ടില്ലേ? ഇതൊക്കെ എന്താ പറയുന്നത്? ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഉപനിഷത്ത് പാടുന്ന പാട്ടാണ്. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ. ഇവിടെ ഉള്ളത് മുഴുവനും ബ്രഹ്മമാണ്. മുൻപിലും ബ്രഹ്മം, പിൻപിലും ബ്രഹ്മം, വലതുഭാഗത്തും ഇടതുഭാഗത്തും ചോട്ടിലും മോളിലും എല്ലാം തന്നെ വരിഷ്ഠമായിരിക്കുന്ന ബ്രഹ്മമാണ്. ഈ പാട്ട് പാടൂ, പാടൂ, കേൾക്കൂ, കേൾക്കൂ, മനനം ചെയ്യൂ, മനനം ചെയ്യൂ, സാക്ഷാത്കരിക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. വിശ്വമേകാത്മകം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ഹി പുരുഷേണ ച. പരസ്വഭാവകർമാണി യഃ പ്രശംസതി നിന്ദതി സാശു ഭ്രശ്യതേ സ്വാർത്ഥാത് അസത്യാഭിനിവേശതഃ. പരസ്വഭാവകർമാണി യഃ പ്രശംസതി നിന്ദതി. അന്യന്റെ സ്വഭാവത്തെയും കർമ്മത്തെയും ആരാണോ പ്രശംസിക്കുന്നത്, സ്തുതിക്കുന്നത്? യഃ പ്രശംസതി നിന്ദതി. ആരാണോ നിന്ദിക്കുന്നത്? സ്തുതിക്കുക ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നിന്ദിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ വല്ലതും ചെയ്താൽ സ്തുതിക്കായി, വേണ്ടാത്തവർ വല്ലതും ചെയ്താലോ നിന്ദിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ, അവനൊരു സിക്സർ അടിച്ചാൽ എന്താണ് ആഹ്ലാദം. നമുക്ക് പിടിക്കാത്ത ഒരാൾ ഒരു 4 അടിച്ചാൽ പോലും എന്ത് വെറുപ്പാ നമുക്ക്. ഒരു റണ്ണ് 2 റണ്ണ് ഒരടിക്ക് ഓടിയാൽ അത് നമുക്ക് പിടിക്കില്ല. ആരവിടെ കളിച്ചു, അതിലേതാണ് കേമത്തെന്നല്ല നമ്മുടെ ദൃഷ്ടിയിൽ, ഒക്കെ മനസ്സിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളാ. ഇത് ശരിയല്ല. യപ്രശംസതി നിന്ദതി സാശു ഭ്രശ്യതേ സ്വാർത്ഥാത്. അന്യനെ പ്രശംസിക്കുന്നത് കൊണ്ടും നിന്ദിക്കുന്നത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ഉത്തമമായിരിക്കുന്ന ജീവിത ലക്ഷ്യം, ആ ഉന്നത പദമുണ്ടാവല്ലോ, അതിൽ നിന്ന് താഴത്ത് വഴുതി വീഴുകയാണ്. അസത്യാഭിനിവേശതഃ. ശരിയല്ലാത്തതിനോട് അഭിനിവേശം തോന്നുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തകർച്ചയും വീഴ്ചയുമാണ് സംഭവിക്കുന്നത്. തകർച്ചയും വീഴ്ചയുമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അത് നല്ല പോലെ മനസ്സിലാക്കണം. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ
മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വൻ നാനാർത്ഥദൃക്പുമാൻ. ഞാൻ ഈ പറയുന്നതൊക്കെ അതിസൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങളാണ്. നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേട്ട് ഗ്രഹിക്കുന്നുണ്ടോ? രസിക്കുന്നുണ്ടോ? അതോ ഇതൊരു വരണ്ട വേദാന്താന്ന് തോന്നുന്നുണ്ടോ? തൈജസേ നിദ്രയാപന്നേ പിണ്ടസ്ഥോ നഷ്ടചേതന. നിങ്ങൾ ഈ കുറ്റം പറയണു, സ്തുതിക്കണു, നല്ലത് കാണുന്നു, ചീത്ത കാണുന്നു, പലതും വേണം വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇത് എവിടത്തോളം ഉണർന്നിരിക്കുന്ന ദശയിൽ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറിൻ്റെ ഒരു ദിവസം, അതിൽ 7-8 മണിക്കൂർ നാം കിടന്നുറങ്ങണു. ബാക്കിയുള്ള സമയത്താണ് ഈ പൊല്ലാപ്പുകൾ മുഴുവനും. വൈകുന്നേരം ക്ഷീണിച്ചു, കണ്ണടഞ്ഞു, കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ തൈജസേ നിദ്രയാപന്നേ പിണ്ടസ്ഥോ നഷ്ടചേതന. ഈ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടി അന്യന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്തുതിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആ ആളുണ്ടല്ലോ, കുറേ കഴിഞ്ഞാൽ എനിക്ക് വയ്യ, നാളെ ആവാം, കിടന്നാൽ ഉറങ്ങി. അപ്പം എവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ? പിണ്ടസ്ഥ, ഒരു പിണ്ടം, മാംസപിണ്ഡം, അതിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആ ഉൾവ്യക്തിത്വമുണ്ടല്ലോ, അത് നഷ്ടചേതന. എല്ലാ വിധത്തിലുള്ള ചേതനയും നഷ്ടപ്പെട്ട് മായാം പ്രാപ്നോതി മൃത്യും വാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ ശബ്ദങ്ങൾ? ഒന്നിലോ മായയ്ക്ക് വിസമ്മതമായി, അല്ലെങ്കിൽ മൃത്യും വാ. നമ്മൾ എത്ര നേരം കിടന്നുറങ്ങിയോ അത്ര നേരം നാം മരിക്കുകയാണ് ചെയ്യുന്നത്. ആ മരണത്തിൽ നിന്ന് എണീക്കണു പിറ്റേ ദിവസം കാലത്ത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുവരെയുള്ളത് മരണസമമാണ്. ഒന്നിലോ മായ അല്ലെങ്കിൽ മരണം. താവൻ നാനാർത്ഥദൃക്പുമാൻ. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് സ്തുതിപ്പിച്ചതും നിന്ദിപ്പിച്ചതുമായ നമ്മുടെ മനസ്സും ഉണർവും ഉണ്ടല്ലോ, അതെല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ട് നമുക്ക് അതേവരെ വെറുപ്പ് തോന്നിക്കൊണ്ടിരുന്നതൊന്നും പിന്നെ വെറുപ്പിന് പാത്രമാവുന്നില്ല. നമ്മൾ കിടന്നുറങ്ങി, ഒക്കെ പോയി. അപ്പം ഈ എല്ലാം മാഞ്ഞിങ്ങനെ പോകുന്നുണ്ടല്ലോ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ. അപ്പം ഈ മാഞ്ഞു പോകാൻ മാത്രമുള്ളതാണോ ഈ ലോകം? ആ ലോകത്തിൽ പെട്ടതാണോ ഈ നന്മതിന്മകൾ, ഈ ദുഷ്ടതാശിഷ്ടതകൾ? അതിൽപ്പെട്ടതാണോ ഈ നിന്ദാസ്തുതി എന്ന് പറയുന്ന പ്രതികരണം? അപ്പം ഈ പ്രതികരണം മുഴുവനും എവിടത്തോളം, എപ്പോൾ വരെ? കിടന്നുറങ്ങുന്നത് വരെ. ഇതിൻ്റെ മധ്യത്തിൽ നാം കിടന്ന് ഉറങ്ങി കൊറട്ടൻ വലിച്ചു എന്നുണ്ടെങ്കിലോ, കൂർക്കം വലിച്ചാലോ എന്തുണ്ടാവും? ആ സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് പോയി. അപ്പം ഇത് മുഴുവനും വാസ്തവത്തിലൊരു മായയല്ലേ? അല്ലെങ്കിൽ എക്കാലത്തും ഒരുപോലെ നിലനിൽക്കണ്ടേ? കൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യമാണ്. തൈജസേ നിദ്രയാപന്നേ പിണ്ടസ്ഥോ നഷ്ടചേതന മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വത് നാനാർത്ഥദൃക്പുമാൻ. അതുകൊണ്ട് എന്തു വേണം ഉദ്ധവ? കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യാവസ്തുന കിയത് വാചോദിതം തദനൃതം മനസാ ധ്യാതമേവ ച. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയം, ഒരു ഈഷലും ഉള്ളത്. അപ്പം എന്തു വേണം? കിം ഭദ്രം കിം അഭദ്രം വാ. ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? ഈ ജാഗ്രത്തിൽ കഴിയുന്ന കോലാഹലം മുഴുവനും ആര് ഉണർന്നിരുന്നോ ആ ആള് കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് എല്ലാം തിരോധാനം ചെയ്യണു, മറഞ്ഞു പോണു. അങ്ങനെ മറഞ്ഞു പോകാൻ മാത്രമുള്ളതാണ് മനസ്സിലുള്ള ഈ വിലാസങ്ങൾ എന്നുണ്ടെങ്കിൽ കിം ഭദ്രം കിം അഭദ്രം വാ. ഇവിടെ നല്ലത് ചീത്ത എന്ന് പറയാൻ മാത്രം എന്തുണ്ട് ഉദ്ധവ? ദ്വൈതസ്യാവസ്തുന കിയത്. ഈ പലതുമുണ്ട് എന്ന് കാണിച്ചു തരുന്ന മനസ്സ് സ്ഥായിയായി നിൽക്കുന്നില്ല. ഉറക്കത്തിലെല്ലാം വിട്ടതങ്ങോട്ട് പോണു. ഒരുപോലെ എല്ലാ കാലത്തും നിലനിൽക്കാത്ത മനസ്സിന്റെ വികൃതികളാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പൊ ഇവിടെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ വല്ലതും ഉണ്ടോ? വാചോദിതം തദനൃതം. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് വാക്കുകൾ കൊണ്ട് എന്തെല്ലാം വിവരിക്കുന്നുണ്ടോ, ധർമ്മം അധർമ്മം, പാപം പുണ്യം, നല്ലത് ചീത്ത, ദുഷ്ടൻ ശിഷ്ടൻ, ഇഹം പരം എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടോ, ആ തരംതിരിക്കുന്നത് മുഴുവനും തദനൃതം. അത് മുഴുവനും അനൃതമാണ്, അവാസ്തവമാണ്, അനുണ്മയാണ്. മനസാധ്യാതമേവച. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതും മുഴുവനും ശുദ്ധ കള്ളം. അനൃതം.
കുശു എടുത്ത് കയറ് പിരിക്കുന്ന മാതിരിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കയറുപിരി വേണ്ട, വേണ്ട, വിട്ടുകളയൂ, വിട്ടുകളയൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കൂ. ഒരൊറ്റ ആളുടെ നേരെ വിരൽ ചൂണ്ടി ഇവൻ കള്ളൻ എന്ന് പറയരുത്. നിങ്ങൾ ഇപ്പൊ പറയണത് വേറൊരാളെയാ. നിങ്ങളുടെ തന്നെ പേരക്കിടാവായി ആ ആളെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്ഥിതി? മറ്റൊരാളുടെ വീട്ടിൽ ജനിച്ചതുപോലെ നിങ്ങളുടെ വീട്ടിലും ജനിച്ചൂടെ അങ്ങനെ ഒരു കുട്ടി? നമ്മുടെ വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സർട്ടിഫിക്കറ്റ് ആയോ? എല്ലാവരെയും കുറ്റം പറയാനുള്ള ഒരു അവസരമോ ഒരു പ്രാപ്തിയോ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇല്ല. നല്ല പോലെ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. എത്ര വിശേഷപ്പെട്ടതായി ഈ ഉപദേശം. കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യാ വസ്തുന കിയത് വാചോദിതം തനനൃതം മനസാധ്യാതമേവ ച. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഉദ്ധവന് ദ്വാരകയെയും കൃഷ്ണനെയും സ്വജനങ്ങളെയും ഒക്കെ വിട്ടുപോകാനുള്ള കരുത്തുണ്ടായത്, പ്രബോധമുണ്ടായത്, വിശേഷബുദ്ധി ഉണ്ടായത്, ഇച്ഛാശക്തി ഉണ്ടായത്. അത് ഇതിൽ നിന്നും മാത്രമേ ഉണ്ടാകൂ. നമുക്ക് നിർത്താം. കർത്തവ്യമസ്തി നമേഘന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി. എല്ലാവരും കൂടി ജപിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 4 വാക്ക് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് എണീറ്റ് പോകാൻ പാടുള്ളൂ. അവിടെ ചായയും കപ്പിയും ഒക്കെ ഓടിപ്പോവില്ല, അവിടെ ഉണ്ടാവും. ഹരിഹി ഹരിഹി ഹരിഹി. എല്ലാവരും കൂടി ഓ ഹരിഹി ഓം.